Hi. Hiya guys. Actually camera off ആകുമ്പോൾ മറ്റൊരു മുഖവും ക്യാമറ ഓൺ ആകുമ്പോൾ മറ്റൊരു മുഖവുമുള്ള ഷെഫീന അല്ല, കൂടെയുള്ള കുറേ വാണക്കുറ്റികളാണ്, അവിടെയുള്ള ഗുരി വാണക്കുറ്റികളാണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. Hello guys, how are you? Everything good? I am also good. This mudi is very much bad. I don't like this stupid mudi. Anyone want this? I will give. എടാ ഓനെ ലൈഫ് മുട്ട അടിച്ചാലെന്നല്ല ഇങ്ങനെ സീരിയസ് അല്ലേ? ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്നുള്ളൊരു സംശയം നീ പറഞ്ഞു. മോനെ ഇത്തിരി എ സി ഓഫ് ചെയ്യല്ലേ, ഫാൻ ഓഫ് ചെയ്യും, ഭയങ്കര തണുപ്പ്. ഹായ് തന്മയ, സുഖാണോ കുട്ടി? എന്താ വിശേഷം? ഹായ് ജിന്നെ ജിന്നെ ജിന്നെ. ആ ചേച്ചി, യു ഓഫ് ഇറ്റ് എ സി. Stop it. You can't off a fan, na? No. ഒരു കൈ ഭയങ്കര, എൻ്റെ ഒരു വശം തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോൾ വേണമല്ലോ കിടക്കയിലേക്ക് വീഴാം. ഞാൻ മരിക്കാൻ തയ്യാറാണ്. അൽക്കൂടോത്രം ഈസ് എഫക്റ്റഡ്. അയ്യോ എൻ്റെ കൈ വയ്യ. ഇതാണ് ബ്ലഡ് പോടാ, ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തണ്ട്. അതെ, ഞാൻ ഒരു സീരിയസ് കാര്യം പറയാൻ വന്നതാണ്. ലിപ്സ്റ്റിക്ക് തീർന്നേ. സീരിയസ് കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇറ്റ്സ് വെരി സീരിയസ്. ആക്ച്വലി റസീനയ്ക്ക് സുഖമില്ല, പനിച്ച് പുതിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ റസീന എൻ്റെ അടുത്ത് വിളിച്ചൊരു കാര്യം പറഞ്ഞു. റസീനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. റസീനയെ എതിർത്തുകൊണ്ടും റസീനയെ അനുകൂലിച്ചുകൊണ്ടും റസീനയെ പണ്ട് പടക്കമെന്ന് വിളിച്ച ആ പടക്ക കമ്പുരാൻ, പടക്ക വീരൻ, പടക്കത്തിനുണ്ടായ മകൻ വിസിൽ രാജ് വീഡിയോ ചെയ്തിരിക്കുക. ആ കുട്ടി അത് കണ്ടിട്ട് രാത്രി കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് രാവിലെ പറഞ്ഞു, ആ ജയാമണി പെട്ടെന്ന് പറയാം. അപ്പോൾ ഓവർ സ്ട്രെസ്സാണോ? ഭയങ്കര സ്ട്രെസ്സാണ്, ഓവർ സ്ട്രെസ്സാണ്. അതുകൊണ്ട് അപ്പോൾ രാവിലെ തന്നെ ആ കുട്ടി ആ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പെടുത്തിയിരുന്നു. എനിക്ക് ഈ മരമാന്ത കണ്ട ചെവിക്കലുകളൊക്കെ ഒരെണ്ണം കൊടുക്കാനേ തോന്നുള്ളൂ, ഒന്നും പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. അപ്പോൾ ഞാൻ റസീനയ്ക്ക് തിരിച്ചൊരു മറുപടി കൊടുത്തിരുന്നു. ദാറ്റ് മറുപടി വാസ് ലൈക്ക് ഒന്ന് കാണിക്കാം. ചില സാധനങ്ങൾ എനിക്ക് പെട്ടെന്ന് എടുത്ത് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ലൈവിൽ മിക്കവാറും ടൈം കൺസ്യൂം ചെയ്യുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓൺലി ദിസ് ആണ്. അയ്യോ അതല്ലല്ലോ. ഓക്കെ. അയ്യോ ഇതെന്ത്, ഇതൊക്കെ വേറെയാണല്ലോ. എക്സാക്ട്ലി. അപ്പം ഞാൻ ഇത് ഒരെണ്ണം ഇതേ സൈബോ സെല്ലിലേക്ക് അവർ ചോദിച്ചതാണ്. പ്ലീസ് കോൾ ബാക്ക്, ദിസ് ഈസ് ഫ്രം സൈബോ പിയേഴ്സ്, ട്രിവാൻഡ്രം റൂറൽ. അപ്പോൾ അന്ന് നമ്മൾ അയച്ചു കൊടുത്ത സാധനമാണ് ഈ സാധനം. അതിനകത്ത് ഞാനും റസീന കുട്ടിയുടെയും ഫേസ് ഉണ്ട്. ആൻഡ് നോട്ട് ഓൺലി ദിസ് സാധനമാണ്. സൈബർ സെല്ലിൽ നിന്നുള്ള കോളിനനുസരിച്ചിട്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് റെക്കോർഡ് അവരെടുത്തിട്ട് അത് കേസാക്കുന്നതിന് മുമ്പുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പരമ്പരയാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പം ഇറ്റ്സ് ഓൾറെഡി ഞങ്ങൾ കൊടുത്ത കേസാണ്. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തപ്പോഴത്തേനും അവൾ പറഞ്ഞിരുന്നു, ഇതെനിക്ക് അറിയാം ചേച്ചി, ഞാനിത് മുൻപ് കണ്ടത് തന്നെയാണ്. ഞാൻ പറഞ്ഞ വളരെ പ്രൗഡ് ഫീൽ ചെയ്യുക. ബിക്കോസ് നാട്ടിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് കുളത്തിൻ്റെ മോൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് എ വെരി തേർഡ് തിങ്, ബ്രില്യൻറ്റ്, എക്സലൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര പനിയാണ്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇത്തരക്കാരുടെ സപ്പോർട്ട് വേണ്ടാന്ന് പബ്ലിക്കിൽ പറയുന്നത്. പണ്ട് ക്ലബ് ഹൗസിൽ
അബ്ദുൽ ഖാദർ പുതിയങ്ങാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര യുദ്ധം നടക്കണം. മുറിക്കൂട്ടങ്ങൾ ഞാനിവിടെ ഭയങ്കര യുദ്ധമാണ്, അടി ബഹള നാശ വെള്ളപ്പൊക്കം നടക്കുമ്പോൾ അപ്പുറത്ത് നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ കാമിതയ്ക്കും ഷെഫീനയ്ക്കും നാസർ കുടിമരത്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞിട്ട് സംഘിക്കൂട്ടം ഒരു ക്ലബ് ഇട്ടു. ഷെഫീന എവിടെ ചെന്നിട്ട് പറഞ്ഞ് അവാണക്കുറ്റികളുടെ സപ്പോർട്ട് ഷെഫീനക്ക് വേണ്ട. ഷെഫീന എൻ്റെ ഓൾറെഡി ഡിഫറെൻറ്റ് ഫ്രം യു ഗായ്സ്. ഞാൻ സംഘിയല്ല, എനിക്ക് സംഘികളുടെ സപ്പോർട്ട് വേണ്ട എന്ന് ഓപ്പണായിട്ട് പറഞ്ഞു. ആൻഡ് ഓൾഡ് ചാനൽ ഇല്ലാത്തത് കൊണ്ടാണ് അതിനകത്ത് തന്നെ വ്യക്തമായിട്ടുണ്ട് എനിക്ക് സംഘികളുടെ സപ്പോർട്ട് ഒരു കാരണവശാലും വേണ്ട. ഐ ആം നോട്ട് എ സംഘി പേഴ്സണാലിറ്റി. അപ്പോൾ അത് ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അനിവാര്യമായി അപ്പം തന്നെ ഞാൻ ക്ലബ് ഇട്ട് അപ്പം തന്നെ ഞാൻ മറുപടി കൊടുത്തതാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ ഒരു കാരണവശാൽ നമ്മൾ അനുകൂലിക്കാത്ത ഒരു രാഷ്ട്രീയ കൂട്ടുകാരുകൾ തൊണ്ടവേദന അതറിയാം റസി. നമ്മളെ അനുകൂലിക്കാത്ത ഒരു വിഭാഗം നമുക്ക് വേണ്ടി സപ്പോർട്ട് പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യലാഭത്തിന് വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ട് ദ സ്പോട്ടിൽ ഞാൻ മറുപടി കൊടുത്ത വ്യക്തിയാണ്. ഇനി നമുക്ക് ഈ പാട്ട് എന്തുകൊണ്ട് പാടുന്ന ഇനിയിപ്പോൾ ഒരാഴ്ച വരെ ഞാൻ ഈ പാട്ട് തന്നെ പാടും. ഞാൻ 12 ചാനലുകളെ പൊക്കിയിട്ടുണ്ട്. ഷാർപ്പ് നെറ്റിയടിയാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് ഗുണാഭികേഷം പറഞ്ഞാലും അതിൽ നിന്ന് 1 ഇഞ്ച് ഞാൻ പിറകോട്ടില്ല. ഒരു കാരണവശാലും എന്നെ പിന്തിരിപ്പിക്കാനായിട്ടോ എന്നെ കോംപ്രമൈസിനോ ഒരുത്തനും വിളിക്കേണ്ട. കാരണം കൂടെ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുൽ എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ വീഡിയോ ഇന്നലെയാണ് ഞാൻ കാണാനിടയത്. സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഈ കാലൊക്കെ ഇങ്ങനെ പൊക്കി തോളി വെച്ചിട്ട് ഈ കാല് പൊക്കി ഈ തോളി വെച്ചിട്ട് കാലൊക്കെ ഞാൻ കാണിച്ചു തരാം, ഞാനും കാണിച്ചു തരാം, എനിക്കും കാലുണ്ട്, പൊക്കി പോളി വെച്ചിട്ട് അങ്ങനെ കുറേ ഇതൊക്കെ കാണിച്ച് ഇന്നലത്തെ ആ ലെവലാതി വീഡിയോ ഇട്ടത് എന്തിനെന്ന് എനിക്ക് പോലും അറിയില്ല ചേച്ചി. ഇറ്റ്സ് ഓക്കെ റസി. ഹലോ മാം, സോ കർമ്മ ഈസ് റിയൽ, എക്സാക്ട്ലി റിയൽ, എസ്പെഷ്യലി ഷെഫീനയുടെ മാറ്റേഴ്സ്. ഷെഫീനയെ തുടരുത്. ഷെഫീൻ അത് പ്രൗഡായിട്ട് തന്നെ പറയും. ഷെഫീനയെ തൊട്ടവരൊക്കെ ഷെഫീനെ തിരിച്ചു പൊള്ളിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കുക. അതിനകത്ത് ഇനി ഒരാളും എൻ്റെ അടുത്ത് കോംപ്രമൈസിന് വരണ്ട. അപ്പുറത്ത് നിൽക്കുന്ന തൊട്ടിക്കൂട്ടങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുത്തനും അത് എത്ര ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആണെങ്കിലും വേണ്ട, നീക്കി വെച്ചിരിക്കുന്നത് സമ്മതമില്ല. കാരണം അത് തൊട്ടിക്കൂട്ടമാണ്. തൊട്ടിക്കൂട്ടങ്ങളുടെ കൂടെ പോയിരിക്കുന്നവർ തൊട്ടിയായിട്ട് തന്നെ ഞാനും പ്രഖ്യാപിക്കുന്നു. ഫിനിഷ്. അത്രയേ ഉള്ളൂ. അപ്പം കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ പൊതുവെ ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങളെ എടുത്തു വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. മിക്കവാറും എല്ലാവരും പറയുന്നത് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. ദേ ആർ ഗെറ്റിംഗ് ഹാപ്പി. മോസ്റ്റ് ഓഫ് ദം ആർ ലേഡീസ്. അവർക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്, എൻകറേജ്മെൻ്റ് ആണ്. അവർക്ക് കുറച്ച് ധൈര്യം ഉണ്ടാകാറുണ്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദം. വളരെ ചെറിയ വ്യൂ ഉള്ള ഒരു ചെറിയ ചാനലായിരുന്നു എൻ്റെത്. ഞാൻ തുടക്കം തന്നെ തുടങ്ങിയത് നമ്മുടെ ഇസ്ലാം മത വിഭാഗത്തിന്റെ ഗോത്രീയതകളെ പറ്റി പറയുകയും അവർക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടിച്ചു കയറി വന്നത് മുഴുക്കെ സംഘിക്കൂട്ടങ്ങളാണ്. പക്ഷെ സംഘികളാണ് അധികമെന്ന് മനസ്സിലാക്കിയ സമയത്ത് ഞാൻ സംഘികൾക്കൊപ്പം നിന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. ഇത് എൻ്റെ ഉത്തരവാദിത്വ ബോധമാണ്. എൻ്റെ ലൈഫിൽ പോലും ഞാനത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് വളരെ ഓപ്പണായി പറഞ്ഞപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രിപ്ഷൻ അവിടെ വെച്ചിട്ട് എന്നെ റിപ്പോർട്ട് അടിച്ചിട്ട് പോയ ടീമുകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സിന് അവിടെ കാണാൻ കഴിയുന്നത്. They are not genuine. That's why they are not looking after me. Only they are getting my videos. അവരത് ഡൗൺലോഡ് ചെയ്യും, അവരത് ഗ്രൂപ്പുകളിൽ കൊണ്ടിടും. They will watch it very carefully. ഭയങ്കരമായിട്ടൊരു ആത്മരതി അവർക്കുണ്ടാവും. ബിക്കോസ് ഐ ആം ടാർഗറ്റിംഗ് ടു ദ അപരവൽക്കരണ ടീംസ്. ദാറ്റ് മീൻസ് ന്യൂനപക്ഷമായ ഇസ്ലാം മത വിഭാഗക്കാരാണ് ഞാൻ ആക്രമിക്കുക. അക്രമം തന്നെയാണ്. ബിക്കോസ് എനിക്ക് അവരുടെ ഗോത്രീയത ഇഷ്ടമില്ല. ഞാൻ അതിനെതിരെ പറയും. എനിക്കറിയാം ഇസ്ലാം മത വിഭാഗത്തിലെ പെണ്ണുങ്ങൾ അതിതീവ്രമായി മുഹമ്മദ് നബിയെ റസൂലുള്ളാഹിയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവർക്ക് റസൂലുള്ളാഹിയുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം ഇരുവിരിപ്പുണ്ട്. ആ ഇരുവിരിപ്പിനെ എനിക്കൊന്നും ചെയ്യാനാവത്തില്ല. ബിക്കോസ് അതൊക്കെ ട്രൂ ഫാക്റ്റ് ആണ്. നമ്മുടെ കുഞ്ഞ് കഞ്ചാവ് കടിക്കുന്നുണ്ടെങ്കിൽ അത് ഒരാൾ വന്നിട്ട് നിന്റെ കുഞ്ഞ് കഞ്ചാവ് അടിയനാണെന്ന് പറയുമ്പോൾ നമ്മൾ വിഷമിച്ചിട്ട് കാര്യം. ഇറ്റ് ട്രൂ ഫാക്ട്. മനസ്സിലായില്ലേ? നമ്മൾ അതിന് പ്രതിവിധിയാണ് നോക്കേണ്ടത്. നമ്മളുടെ കുഞ്ഞിനെ ആ കഞ്ചാവ് കുടിയിൽ നിന്ന് മാറ്റിയെടുത്തു കൊണ്ടുവരാൻ ഇതുപോലുള്ള എന്താ പറയണേ എന്തൊക്കെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടിട്ട് ശരിയാക്കി എടുത്തുകൊണ്ട് വരുന്നതിന് പകരം അത് പറഞ്ഞവനെ തല്ലാൻ നിൽക്കരുത്. ഓട്ടെ, കൂടോത്രത്തിൽ വിശ്വസിക്കുന്ന യുക്തിവാദിയോ സൺ ഓഫ് നാനു. എനിക്ക് കൂടോത്രമൊക്കെ ഭയങ്കര വിശ്വാസമാണ്. എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട് ഗൂഢോത്രം ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ഡണ്ണ്. പുള്ളിയുടെ സപ്പോർട്ടോട് കൂടി തന്നെ ഞാൻ ഗൂഢോത്രം ചെയ്തു കൊടുത്തു. അല്ലടാ, ഗൂഢോത്രം മാത്രമല്ല, നമ്മുടെ പുല്ലൂർ അടുപ്പിച്ച ഒരു സുഹൃത്തുണ്ട്. പുള്ളിയുടെ അടുത്ത് ഒരു പാസ്റ്ററുണ്ട്. പാസ്റ്റർക്ക് 2000 രൂപ കൊടുത്ത് പുള്ളി വന്നിട്ട് നമ്മളെ പറമ്പിന്റെ 4 വശത്ത് നിന്നിട്ട് ഓംഗ്രി കുട്ടിച്ചത്ത ചുപ്പ ആഗ്രി കുടിച്ചത് ഹാലലി സൂത്ര ആഗ്രി കുടിച്ചത് ഹാലലി സൂത്രം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഇത്തിക്കടയിലുള്ള ഒരു മുല്യാരുണ്ട്.
മുല്ലിയാർ പറഞ്ഞ് കുറച്ച് എന്തൊക്കെയാണ് ഗ്രാപ്സ്, ഈ ഉണക്കമുന്തിരിയും കുന്തിരിക്കവും പിന്നെ 4 ദിക്കിലുള്ള മണ്ണും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് തകിട് തന്നു. ഞാൻ ഇതൊക്കെ കൊണ്ടിത് കുഴിച്ചിട്ട് ഒക്കെ ചെയ്തു നോക്കി. എന്നിട്ടൊന്നും ആ വസ്തു വിൽക്കാൻ പറ്റിയിട്ടില്ല. അതാണ് വാസ്തു. ആ ഒരേ ഏക്കർ ഞാനും ഗൂഢോത്തരപ്പെട്ട് അവസാനം ഇപ്പം എനിക്ക് അതിനകത്ത് കിടക്കാൻ വയ്യാത്ത കണക്കായിട്ടുണ്ട്. അത് വേറൊരു സ്റ്റോറി, അത് പിന്നെ പറയാം. ഓക്കെ. ഷാജി എന്ന സ്വർണ്ണക്കരണ്ടിയുടെ ചാനലിൽ പോയി കമൻറ്റ് ഇട്ടപ്പോൾ അവൾ കമൻറ്റ് തൊഴിലാളി എന്ന് പറഞ്ഞു അല്ലേ? ഷാജി എണ്ണ സ്വർണ്ണക്കരണ്ടിയുടെ ഷാജിയെ പറയണത്. ഷാജി അങ്ങനെ എപ്പോഴും പറയും. ഷാജി എത്രയോ കാലം കൊണ്ട് ലിജോ ജോസഫിൻ്റെ ഇഷ്യൂസിൽ തൊട്ട് എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ കേസ് കൊടുക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇപ്പം എനിക്കെതിരെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടാണ്. ഞാൻ സോഷ്യൽ ഈവിളാണ്, ഞാൻ ഭയങ്കര കുഴപ്പമാണ്, ഞാനൊരു വലിയ പ്രശ്നക്കാരിയാണ്, ഞാൻ ഈ സമൂഹത്തിനാപത്താണ്, എന്നെ നാട് കടത്തണം, എന്നെ തൂക്കി കൊല്ലണം, പബ്ലിക് വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ അവന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദേ നീഡ് ടു പ്രൂഫ് ദാറ്റ് ഐ ആം എ സോഷ്യൽ ഈവൽ. മനസ്സിലായോ? എനിക്ക് 4 വിവാഹം കഴിഞ്ഞതാണ്, ഞാൻ മഹാപഴയാണ്, ഞാൻ കുഴപ്പമാണ് എന്ന് എനിക്കെതിരെ ഒരാൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ മേക്ക് കേസ് അഗേൻസ്റ്റ് ദം. ദേ നീഡ് ടു പ്രൂഫ് ഇറ്റ് ദാറ്റ് ഐ ആം ഹാവിംഗ് 4 അഫയേഴ്സ് അറ്റ്ലീസ്റ്റ്, നോട്ട് മാരേജ്. 4 അഫയേഴ്സ് എങ്കിലും അവർക്ക് കാണിക്കാനുള്ള വകുപ്പ് ഉണ്ടാവണം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡൺ ഇൻ ദാറ്റ് വേ ദേ നീഡ് ടു പേ മീ ആസ് എ കോമ്പൻസേഷൻ. എനിക്ക് പൈസ തരേണ്ടി വരുമല്ല, എന്നെ ഇത് പറഞ്ഞതിന് സോഷ്യൽ മീഡിയ അവർക്ക് ഉപയോഗിക്കാനുള്ള സാർവത്രിക വിലക്കും എനിക്ക് ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ആൻഡ് ദെൻ ദേ വിൽ പണിഷ്ഡ്. ജയിലിലേക്ക് പറഞ്ഞു വിടും. ഈ ജയിലിൽ പോകുന്ന അത്ര ഈസി സ്റ്റഫ് അല്ല. ജയിൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം നടയടി അവർ കൊടുത്തതുപോലെ തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരു അടി എൻ്റെ വകയും കൂടെ ഉണ്ട്. ഐ വിൽ ബീറ്റ് ദം ഇൻ എ വെരി ഹാർഡ് വേ. അത് ഞാൻ സൂപ്പർ. ഓങ്ക്രീം, ഐസ്ക്രീം, മിൽക്ക് ബക്രീം, യാ അല്ലാ മൊഹിത്തി, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ എല്ലാം നോക്കിയിടേ, എല്ലാം സർവത്ര കളരിയും നോക്കി. രക്ഷപ്പെടണ്ടേ? ആ വസ്തു വിൽക്കാൻ പറ്റത്തില്ല. എന്നെക്കാൾ വലിയ കൂടോത്രക്കാരികൾ അവിടെ ഉണ്ടായിരുന്നു. അവർ മറുകൂടോത്രം ചെയ്തു വെച്ചു. ബിക്കോസ് ദേ നീഡ് ടു ഗെറ്റ് റവന്യൂ ഫ്രം ദാറ്റ്. അപ്പം ഞാൻ പിന്നെ അടുത്ത കൂടോത്രം ചെയ്തു. എന്താണെന്നറിയാം, വലിയൊരു ഹിറ്റാച്ചി ഇറക്കിയിട്ട് ഈ റവന്യൂ കിട്ടുന്ന മരങ്ങളെല്ലാം പുഴുതു മറിച്ചങ്ങ് കളഞ്ഞു ബില്ല്. അതാണ് എൻ്റെ പരിപാടി. 12th ഡേ കഴിഞ്ഞാൽ ചാനൽ പോകും. അവർ പോകില്ല എന്നുള്ള വിശ്വാസത്തിൽ ആണെന്ന് തോന്നുന്നു. XXL അവരുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ലേഡിയാണല്ലോ, ഒരു അമ്മയാണല്ലോ, സോഫ്റ്റനായ, വളരെ സോഫ്റ്റ് ടോക്കിങ്ങനായ, അത്യാവശ്യം എന്നെ തെറിച്ചാൽ മാത്രമേ തിരിച്ചു തെറിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള സാർവത്രിക ബോധം അവർക്കുണ്ട്. ദേ നോസ് മീ വെൽ ആണ്. പക്ഷെ ദേ ഡോണ്ട് നോ മൈ പെയിൻ. ഞാൻ എന്തൊക്കെ പെയിനിലൂടെ പാസ് ത്രൂ ആയി എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അന്നക്കുട്ടി ഹൈ. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഐ മെയ്ഡ് ലോട്ട്സ് ഓഫ് വീഡിയോസ് ഇൻ ദാറ്റ്. ഒരുപാട് വീഡിയോസ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. 1200 വീഡിയോസ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. ഹൗ മെനി ടൈംസ് മീൻസ് എത്ര സമയം, എത്ര എഫർട്ട് അതിൻ്റെ ബിഹൈൻഡ് എനിക്ക് പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഐ സ്പെൻഡ് ലോട്ട്സ് ഓഫ് മൈ ടൈം റീഡിങ് ബുക്സ്. ഐ സ്പെൻഡ് ലോട്ട്സ് ഓഫ് മൈ ടൈം റീഡിങ് ഓൾ ദോസ് സ്റ്റുപ്പിഡിറ്റി. ഇവന്മാരുടെ ബേട്ടാവളിയന്മാരുടെ എല്ലാം വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് എത്രത്തോളം സമയം വേസ്റ്റായി നിങ്ങൾക്കറിയാമോ? മൈ ടൈം ഈസ് പ്രീഷ്യസ് ദാൻ എനി വൺസ് ടൈം. ഞാനൊരു അമ്മയാണ്, പേഷ്യൻ്റാണ്. അങ്ങനെയുള്ള എനിക്ക് എൻ്റെ എല്ലാ ഡ്യൂട്ടികളും മാറ്റി വെച്ചുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഐ മെയ്ഡ് ലോട്ട്സ് ഓഫ് വീഡിയോസ് ആൻഡ് ഐ ലോസ്റ്റ് ഓൾ ദാറ്റ് വീഡിയോസ്. എനിക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങളല്ല. ഐ നെവർ സ്റ്റിക്ക് വിത്ത് എനി റിലീജിയൻ, എനി പൊളിറ്റിക്സ്. നോ. ഒരാളുമായിട്ടും ഒരു പൊളിറ്റീഷ്യനുമായിട്ടും ചേർന്ന് നിന്ന് പൊളിറ്റിക്കലോ മറ്റേതെങ്കിലും രീതിയിലോ ഒരു അജണ്ടയുമായിട്ട് പ്രവർത്തിച്ച ലേഡിയെ അല്ല. ഓൺലി വൺ തിങ് ഞാൻ മുന്നോട്ട് വെച്ച ഒരൊറ്റ കാര്യം, സ്ത്രീ വിരുദ്ധത പറയരുത്, സ്ത്രീകളെ അപമാനിക്കരുത്, സ്ത്രീകൾക്കൊപ്പമാണെന്ന്. അപ്പം അടുത്ത പോയിട്ടും കൊണ്ട് ഈ വെറ്റുകൾ വന്നു. സ്ത്രീകൾ പക്ഷവാദി എന്ന് വാദിക്കുന്ന സ്ത്രീയെ തെറി വിളിക്കുന്നു. സ്ത്രീകളുടെ പറ്റി പറയുന്ന മോശമായിട്ടുണ്ട്. ഐ മീൻ ഫ്ലവറി, മോൾ, തക്കാളി, ക്യാരറ്റ്, അമരക്ക, ബർബൺ. സോ ടീച്ച് മീ. സ്ത്രീ വിരുദ്ധമല്ലാത്തൊരു തെറി നിങ്ങൾ എനിക്ക് പറഞ്ഞതാ. ഐ വിൽ യൂസ് ദാറ്റ്. ഉണ്ടോ? നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വരെ പുരുഷനെ വിളിക്കുന്ന ഒരു തെറി ഉണ്ടോടോ? ഇല്ല. ആകെ ഉള്ള 2-3 ഷെഫീനെ കണ്ടെത്തിയതാണ്. അതിലെ മെയിൻ വൺ വെപ്പാട്ടൻ, രണ്ടാമതൊന്ന് അച്ഛനോളെ, യെസ്, മൂന്നാമതൊന്ന് മൊറിയൻ്റെ. ഇതല്ലാതെ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ച വല്ല സാധനം ഉണ്ടാടേ? ഉണ്ടാ. ചിന്തിക്കേ റസി ചിന്തിക്കുന്നാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ ശരിയാവും. ചിന്തിച്ചാൽ മാത്രമേ ശരിയായിട്ട് വരുള്ളൂ. കഴിഞ്ഞ 2 വീക്സിൽ ഞാൻ നിങ്ങളോട് പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്.
ഒന്നാം വെച്ചാ വെടിയൻ വെടിച്ചൻ വെടൻ നോ വെടിയനല്ല വെടൻ അതൊക്കെ ഞാൻ ഡൊണേറ്റ് ചെയ്തതാണ്. ബട്ട് ദീസ് ആർ ദ നോർമൽ തിങ്സ് വി കാനോട്ട് യൂസ് ഇൻ ദ സൊസൈറ്റി. ഇഫ് എ മാൻ ഗോ ടു 3 പെണ്ണുങ്ങളുമായിട്ട് ഒരുത്തൻ പോയി കഴിഞ്ഞാൽ ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ. കള്ള കൃഷ്ണ, ഇതാണ് അവർ പറയുന്നത്. അതേസമയം 3 ആണുങ്ങളുമായിട്ട് ഒരു സ്ത്രീ പോയി ഹെഡി ഹെഡി, ഇതാണ് നോർമലായിട്ട് സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ്. സോ ഹൗ ക്യാൻ വി കാൾ ദം വെടനാ എന്ന് വിളിച്ചാൽ അവൻ പറയും ഇറ്റ്സ് എ പ്രസ്റ്റീജ്, ഇറ്റ്സ് എ പ്രിവിലേജ് ഫോർ മീ ബിക്കോസ് ഐ എം ഹാവിംഗ് 3 ladies. Correct or not? Correct അല്ലേ? In the long hair you are looking more beautiful. This is the problem I am facing. This hair is growing very ridiculously. നിങ്ങൾ ഒരു കഴിഞ്ഞ ആഴ്ച എന്നെ കണ്ടതല്ലേ, ഞാൻ ഇത് കട്ട് ചെയ്ത് കളഞ്ഞത്, അത് വീണ്ടും ആഴ്ചയ്ക്ക് വളരുന്ന കണ്ടോ. ദിസ് ഹെയർ ഈസ് എ ബർഡൻ ഫോർ മീ. ഐ ഡോണ്ട് ലൈക്ക് എ ഹെയർ. ഇവന്മാർക്ക് ഇത്രയെങ്കിലും മുടി ഞാൻ കീപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് കീപ്പിംഗ് ദിസ് ഞാൻ സാധനം. അതർവൈസ് ഞാൻ ഇത് കട്ട് ചെയ്ത് ദൂരെ കളയും. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, യു നോ. അപ്പം പറഞ്ഞു വന്നില്ല, ഫ്ലോ പോണ്ട. അപ്പം അതായത് ഉത്തമ, കഴിഞ്ഞ 2 weeks ഞാൻ അനുഭവിച്ചത് ഏറ്റവും വലിയ പ്രയാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ പിള്ളമാരുടെ കിടന്നെങ്കിൽ ഞാൻ പറയണതൊന്നും താല്പര്യമില്ല. ഐ ഹാവ് എ മാനർ ടു ടോക്ക്. ഞാൻ വളരെ ഇതായിട്ട് സംസാരിക്കുന്നുള്ള. എനിക്ക് ഗാലറിക്ക് വേണ്ടി സംസാരിക്കാമെന്ന് എനിക്ക് അറിയത്തില്ല പിള്ളേരെ. ഞാൻ അത്രയും ഫെമിലിയർ ഒന്നുമില്ല. എനിക്ക് ഗാലറിക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പിന്നെ ഈ ലൈവിൻ്റെ കോപ്പി ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്താണ്. Hello, excuse me man. I'm very busy, so I will send. വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. വെക്കാറുണ്ടായിരുന്നു. അപ്പൊ പാതിരാത്രിക്ക് വാഴ വെക്കാൻ പോവുമല്ലേ. സുന്ദരി പറയാണ്ട് വന്നാൽ എങ്ങനെയാ? റെജി ജോർജ്, നോ, ഇനിയിപ്പോ എല്ലാം സഡൻ അറ്റാക്കാണ്. അറ്റാക്ക്. ഇതാ കേസിൽ ഇത്തായുടെ ഫോൺ പിടിച്ചു വെച്ചോ പോലീസ്. ന്യൂസ് ഹാക്കർ ജിന്യൂസ് ലൈവിൽ പറയുന്നുണ്ട്. രാജീവ്, ഞാൻ ഇന്നലെ നിങ്ങളോട് വാൺ ചെയ്ത കാര്യമാണ്. ഡോണ്ട് ആസ്ക് മീ എനിത്തിങ്. എന്തെങ്കിലും നിങ്ങൾക്ക് തരേണ്ട ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഐ വിൽ ഗിവ് യു. ഐ ഹാവ് 2 phones. One is here and the other one is here. Okay? Don't ask me questions. I am not going to answer any stupid questions. Please don't ask. Now my turn. ഇതുവരെ അവരുടെ ടേൺ ആയിരുന്നു. യു ലിസൺ ടു ദം വെരി കെയർഫുള്ളി. യു വെയർ ഹാപ്പി വിത്ത് ദം ആൻഡ് ജസ്റ്റ് ഫിനിഷ് ഇറ്റ് ഓഫ്. നൗ ഇറ്റ്സ് മൈ ടേൺ, മൈ ടൈം. ഓക്കെ? നൗ നിങ്ങൾ കണ്ടോളാം. ഫേസ് ഇറ്റ്. ഓ, കണ്ണിൽ എന്തരാ വീണടെ. 3000 ആണുങ്ങൾ തെറ്റ് ചെയ്താൽ പുണ്യപ്രവൃത്തി. 3000 പെണ്ണുങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ഒരു പെണ്ണ്. എക്സാക്ട്ലി റസീന. വോയിസ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാടാ വോയിസ് നീ സെൻഡ് ചെയ്യുന്നത്? വിഷം അപ്പാട്ട് ഇതിൻ്റെ പെട്ടൻ്റെ എടുക്കണം, വേറെ ആരെങ്കിലും കൊണ്ടുപോകും. അത് ഞാൻ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഉപയോഗിക്കുന്നവർക്കെതിരെ ഞാൻ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കൊടുക്കും. ബിക്കോസ് ദാറ്റ് ഈസ് ഓൺലി ബിലോങ്സ് ടു മീ. ഐ മെയ്ഡ് ഇറ്റ്. ശബ്ദ താരാവലിയിൽ എടുത്തു ചേർക്കപ്പെടേണ്ട 2, 4, 5 വാക്ക്. കണ്ണിൽ എന്താ പൊടി പോയി മോനെ? അറിയില്ല. ഒരു ഊത്തൂത്തിത്. പാസ്റ്റർ മൊല്ലാക്കയും തോറ്റെടുത്ത് നമ്മുടെ ഫിനോൽ രമേശനെ ഇറക്കിയല്ലേ? നടക്കത്തില്ല. പാസ്റ്റർ മൊല്ലാക്ക മാത്രമല്ല, ആ മന്ത്രവാദം ഉണ്ടായിരുന്നു. ഓം ഹ്രീം ശും ശും ഹല ശുബല ശുല. എന്തുവായിരുന്നോടാ അയാൾ ചെയ്ത്? അയാൾ മണ്ണിൽ മന്ത്രം ചെയ്തു. മണ്ണിൽ മന്ത്രവാദം ചെയ്തു തന്നു. എല്ലാവർക്കും മണ്ണ് വേണം. എന്നിട്ട് മണ്ണിക്കകത്ത് ആമ്പറിയും ചുപ് 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 ചുപ്പ് എന്നാക്കി തരും. ഒരു തകിടും തരും ഇത് കൊണ്ട് നമ്മൾ കുഴിച്ചിട്ടു. എന്നാലെങ്കിൽ ആ പാട്ട വസ്തു വിറ്റങ്കീന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നു. നടന്നില്ല. ആ ജെന്യൂസിന് സ്ട്രൈക്ക് കൊടുത്ത അവനാണ് ആദ്യം സ്ട്രൈക്ക് കൊടുക്കേണ്ടത്. അവനാണ് വില്ലൻ. നോ, ഈ ഭാര്യ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവിട്ടിട്ട് അവളെ കൊണ്ട് തൊഴിലെടുപ്പിച്ച്, ഐ മീൻ എന്ത് തൊഴിലാണെന്ന് ഞാൻ പറയണ്ടല്ലോ, ഇറ്റ്സ് മാംസക്കച്ചവടമാണ്. ആ മാംസക്കച്ചവടത്തിൽ ഏർപ്പാടാക്കി അതിൽ ആഹാരം കഴിച്ചിരിക്കുന്നവരിൽ നിന്ന് നിങ്ങൾ എന്ത് എത്തിക്സ് ആണ് കുട്ടികളെ പ്രതീക്ഷിക്കുന്നത്? വാട്ട് എത്തിക്സ് യു ആർ എക്സ്പെക്ടിങ് ഫ്രം ദോസ് പീപ്പിൾ ഹു ഡോണ്ട് ഹാവ് എനി എത്തിക്സ്? കറക്റ്റ് ആയിടാമല്ലോ ഇംഗ്ലീഷ്. ഇന്നലെ ഫ്ലോ ഉണ്ട് അല്ലേ? ഇന്ന് നല്ല ഫ്ലോ ഉണ്ട് ഇംഗ്ലീഷിൽ. അതുകൊണ്ട് ഇന്ന് മുഴുവൻ ഇംഗ്ലീഷിലാണ് തകർക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ദ പോയിന്റ് ഈസ് ദാറ്റ് അതുൽ എന്ന് പറയുന്ന വാനരൻ എനിക്കെതിരെ ചെയ്ത വീഡിയോ ഞാൻ ഇന്നലെ മാത്രമാണ് കണ്ടത്. സോ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു 5-6 അമ്പ് നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്ന വേദന എനിക്കുണ്ടായിരുന്നു. ഹീസ് സച്ച് എ മേലിൽ അവന്റെ കൊട്ടേഷനും കൊണ്ട് റസി എൻ്റെ അടുത്ത് വന്ന നിന്റെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്യും, നിന്നെ ഞാൻ കിക്ക് ഔട്ട് ചെയ്യുന്നു ഫ്രം മൈ ലൈഫ്. ആൻഡ് ദിസ് ഈസ് ഫൈനൽ വാർണിംഗ് ഫോർ യു. ഡോണ്ട് എവർ ഈവൻ തിങ്ക്
മിണ്ടി പോരുത്, കൊണ്ടുവരരുത്. കുറച്ചൊക്കെ ഞാൻ നിന്നെ കേൾക്കുമെന്നുള്ളത് മര്യാദയാണ്. പക്ഷെ അതിന്റെ അർത്ഥം നിനക്ക് എന്ത് തോന്നി മാസം എൻ്റെ അടുത്ത് പറഞ്ഞു കളയാന്നല്ല. അവൻ ഇന്നലെ ചെയ്ത വീഡിയോ നീ കണ്ടോ? അതിനകത്തുണ്ട് സോഷ്യൽ ഈവിൾ അല്ലേ, വാഴ അത് തന്നെടി, അവനാണ് വാഴ. അലബല ചേച്ചി വാഴ വെച്ചാൽ എന്നത് മാറ്റിപ്പിടി. ചുമ്മാ പറഞ്ഞു വെക്കുന്നതാണ്. ഇവന്മാരെ എടുത്തിട്ട് ചെവരിൽ ചേർക്കുന്നതിന് മുമ്പ് നമ്മളെന്തെങ്കിലും അങ്ങോട്ട് പറയണ്ടേ, അത്രയേ ഉള്ളൂ. എനിക്കെതിരെ നടന്ന ആക്രമണങ്ങൾ അതിഭീകരമായിരുന്നു. താങ്ക് യു. അപ്പൊ അവൻ വാഴയല്ല, എൻ്റെ മോന വേണമെങ്കിൽ പോട്ടുകളാ. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു പായസം വെച്ച് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ഇറ്റ്സ് ഓക്കെ, ഐ വിൽ മാനേജ് ഇറ്റ്. യു വണ്ട് പായസം? അത് വെള്ളം കുടിക്കട്ടെ പിണങ്ങിയ സ്ഥിതിക്ക്. അപ്പൊ ഈ കഴിഞ്ഞ 2 ആഴ്ചകളിൽ നടന്ന പ്രശ്നങ്ങൾ ഞാൻ പറയാം. നയം ക്രിയേഷൻസ്, പെങ്ങളെ സുഖമാണോ? സുഖമാണോ അങ്ങളെ? യെസ്, സുഖം. അതായത് നിങ്ങൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ സ്ട്രൈക്ക് കൊടുക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. യു ക്യാൻ ഹാവ് മൈ ഫോട്ടോ ആൻഡ് യു ക്യാൻ എൻജോയ് ഇറ്റ്, യു ക്യാൻ ഹാവ് ഫൺ, യു ക്യാൻ ഏൺ മണി എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എക്സാക്ട്ലി. ഞാൻ ഇപ്പോഴും അതിനകത്ത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നു. ഐ ആം നോട്ട് ദ വൺ ഹൂ ഈസ് ഗിവിങ് യു സ്ട്രൈക്ക്. സിമ്പിൾ. ഞാൻ എൻ്റെ കൈ കൊണ്ട് അത് ചെയ്യത്തില്ല. ഐ ജസ്റ്റ് ഹാൻഡ് ഓവർ ടു സമ്മൺ. ഏജൻസിക്കാണ് കൊടുത്തിരിക്കുന്നത്. ദേ വിൽ ഹാൻഡിൽ ഇറ്റ്. വെരി ബിഗിനിങ് അവരെൻ്റെ കയ്യിൽ നിന്ന് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരാൾക്ക് വേണ്ടിയിട്ടും റിട്ടേൺ എന്ന ഒരു സാധനം നോ എന്നാണ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ തന്നെ ഞാൻ സൈൻ ഇൻ ചെയ്തിട്ട് ഞാൻ അതിനകത്ത് നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് മാപ്പ് കൊടുക്കുന്നത് കണ്ടാൽ എൻ്റെ ഈ പാട്ട ചാനലും കൂടെ അവരെടുത്തോണ്ട് പോകും. മനസ്സിലാവുന്നോ? എൻ്റെ ഈ പൊട്ട ചാനലുണ്ടല്ലോ, ഇത് ഏജൻസി കൊണ്ടുപോകും. ആൻഡ് മൈ പ്രോമിസ് ടു ദം ദാറ്റ് വൺസ് ഇതെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനൽ ഞാൻ അവർക്ക് കൊടുക്കാം എന്നാണ് എൻ്റെ വാക്ക്. ഞാൻ യൂട്യൂബിൽ ഉണ്ടാകില്ല എന്നുള്ളത് വാസ്തവമായി ഞാൻ പറയുന്നു. ഞാൻ ഷെഫീന വിനീത് എന്നുള്ള എൻ്റെ വിനുവിൻ്റെ കൂടെയുള്ള ആ ഒരു ചാനലിലായിരിക്കും ഞാൻ ഉണ്ടാവുക. ഈ ചാനലുമായിട്ട് ഞാൻ മുൻപോട്ട് പോകത്തില്ല. ബിക്കോസ് ഐ പ്രോമിസ് ദം ദാറ്റ് ഐ വിൽ ഗീവ് ദിസ് ചാനൽ ടു ദം. ഞാൻ ഈ ചാനൽ അവർക്ക് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ട് തന്നെയാണ്. എൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല കൊടുക്കാനായിട്ട്. ഞാൻ ജസ്റ്റ് ഓഫർ ചെയ്തത് ഈ ചാനൽ ഞാൻ അവർക്ക് കൊടുത്തേക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരെടുത്തോണ്ട് പോയിക്കട്ടെ, ഐ ഡോണ്ട് കെയർ, ലെറ്റ് ദം, ഇറ്റ്സ് ഓക്കെ. ഞാൻ ആദ്യം തന്നെ പറയണു, ചാനൽ ഈസ് നോട്ട് മൈ കൺസേൺ. ചാനൽ അല്ല എൻ്റെ കൺസേൺ. ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഞാൻ നടന്നെത്തിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. ചില വിഷയങ്ങൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിച്ചിരുന്നു. മുനിയാണ്ടി കൂട്ടത്തിൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഐ സെഡ് ഇറ്റ് പ്രോപ്പർലി വിത്ത് എവിഡൻസ്, സോളിഡ് എവിഡൻസ്. എക്സ് മുസ്ലിം ചെയ്യുന്നതിനേക്കാൾ വളരെ കൃത്യമായി വിഷയങ്ങൾ എടുത്തു വെച്ച് സംസാരിച്ച് കൃത്യമായി ഞാൻ അത് ബോധ്യപ്പെടുത്തിയിരുന്നു. ഫെയിമിന് വേണ്ടിയിട്ടല്ല, ചാനലിന് വേണ്ടിയിട്ടല്ല, യാതൊരു രീതിയിലെ ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ടല്ല. ഇറ്റ്സ് ഓൺലി എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് ഞാൻ അടിച്ചു പറയുന്നു. ആൻഡ് ഐ പ്രൂഫ് ഇറ്റ് ദാറ്റ് ഇറ്റ്സ് ആൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓൺലി, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. എൻ്റെ കുഞ്ഞിനോ എനിക്കോ എൻ്റെ വാരിസുകൾക്കോ they don't need this stupid channel to prove themselves that they are genuine. We are genuine persons. We are not liars. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നവരെ ഇവർ പൊളിച്ചു കളഞ്ഞ ചാനലിലുള്ള ഒരു സാധനവും ഷെഫീന ഡിലീറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഇറ്റ് വാസ് ദെയർ, ഇറ്റ് വാസ് ഓൾ ദെയർ. എനിക്ക് ജാമിത ഒരു സ്ട്രൈക്ക് തരുമ്പോൾ തന്നെ എനിക്ക് ബാക്കിയുള്ള വീഡിയോസ് ഡിലീറ്റ് ആക്കാൻ പറ്റുന്നു. ഐ നെവർ ഡിഡ് ഇറ്റ്. ഐ ജസ്റ്റ് കീപ് ദാറ്റ് ഓൾ ദ തിങ്സ് ദെയർ. ഞാൻ എൻ്റെ ആശയങ്ങൾ ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഡിലീറ്റ് ഞാൻ ചെയ്യത്തില്ല. അതെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഐ ജസ്റ്റ് ഹൈഡ് ഓൾ ദ തിങ്സ് ബിക്കോസ് യു ആർ നോട്ട് ഗെറ്റിംഗ് നോട്ടിഫൈഡ് വെൻ ഐ ആം ഗോയിങ് ലൈവ്. ആ ഒരു കാര്യത്തിന് മാത്രം ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാതെ അൺഹൈഡ് ചെയ്ത് വെച്ചിരുന്നു ലാസ്റ്റ് മൊമെന്റിൽ മാത്രം. ബിക്കോസ് എല്ലാവരും വന്ന് പറയണത് കാണാൻ നോക്കുന്നില്ല, ഇടുമ്പോൾ അതാ കിട്ടുന്നത്. അങ്ങനെ വ്യൂ ഈസ് ഗോയിങ് ലൈക്ക് ഭയങ്കര ഹ്യൂജ് ആയിട്ട് അത് വ്യൂ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. എനിക്കത് വേണ്ടെന്ന് തോന്നി. ഞാനായിട്ട് ആ സാധനം ഉപേക്ഷിച്ച് ഞാൻ ഐ ഗീവ് യു പ്രോമിസ് ദാറ്റ് ഈവൻ ദേ ആർ ഗോയിങ് ടു ഗീവ് ബാക്ക് ദാറ്റ് ചാനൽ, ഐ വിൽ നോട്ട് യൂസ് ഇറ്റ്. ഓക്കെ ചേച്ചി, ക്ഷമിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല, ഒരിക്കലും. കാരണം ഞാനും ബാധിക്കപ്പെട്ടവളാണ്. ഐ ലവ് ഇസ്ലാം, ഐ ലവ് അല്ലാ. ഐ ഹേറ്റ് ഇസ്ലാം, ഐ ഹേറ്റ് അല്ലാ. പോരെ, ബൈ ബൈ. വേറെ ചാനൽ ഏതാ? ഷെഫീന വിനീത് എന്നൊരു ചാനലുണ്ട്, അതാണ് എൻ്റെ ചാനൽ. സോ ഐ ബെയർലി ഓപ്പൺ എ ന്യൂ വൺ. അല്ലടാ, ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ്.
ഞാൻ പുതിയ തുടക്കത്തിലേക്കാണ്. 28K ഉള്ള ഒരു സാധനമുണ്ട് എന്നുള്ള പ്രസ്റ്റീജിലൊന്നും ഷെഫീനെ ഇരിക്കാൻ പോകുന്നില്ല. ഐ ആം സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് ആൻഡ് ഡൺ. അത് ഞാൻ 100 കൊണ്ടെത്തിച്ചാൽ ഐ ആം എ വിന്നർ. ഞാനത് 100 കൊണ്ടെത്തിച്ചാൽ ഐ ആം എ വിന്നർ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിനകത്ത് ഒറ്റ വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഫിജോ ജോസഫ് എന്ന കാളിക്കുട്ടിയുടേത് മാത്രം. അവളുടെ ചാനൽ, അവളുടെ വീഡിയോസിലാണ് ഞാൻ തുടങ്ങിയത്. ആൻഡ് ദാറ്റ് ചാനൽ വിൽ ബി സ്റ്റാർട്ടഡ് വിത്ത് ഹെർ വീഡിയോസ്. അവളുടെ വീഡിയോസ് അതിനകത്ത് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കും. അത് അൺടിൽ മൈ ഡെത്ത് അതിനകത്ത് തന്നെ ഉണ്ടാകും. ആ ചാനൽ പോകാതിരുന്നാൽ പോയാലും വീണ്ടും ഓപ്പൺ ചെയ്താലും ദ സെയിം വീഡിയോ ഐ വിൽ പബ്ലിഷ് ഇൻ ദ അതർ ചാനൽ. Even she stopped me in my Facebook page. Her videos are there. പകുതിയിലേറെ ഞാൻ പിന്നും ചെയ്തു വെച്ചിട്ടുണ്ട്. ആ പോരാട്ടത്തിൽ ഞാൻ പിൻവാങ്ങുകയില്ല, ഞാൻ തോറ്റു കൊടുക്കുകയില്ല. എന്തുകൊണ്ട് സ്ട്രൈക്ക് എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ. എന്തുകൊണ്ട് സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് കുറെ പാവപ്പെട്ട ചിലപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് ജോബിനെ ഏതൊക്കെ കുറേ എണ്ണം വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. കുട്ടികളെ, നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്ന് പറയുന്ന കാര്യം ഞാൻ കേട്ടു. ആസ് എ മദർ ഐ ഫീൽ ലൈക്ക് വെറി പ്രിറ്റി ആൻഡ് ഭയങ്കര സങ്കടമുണ്ട്. നിങ്ങളുടെ ചാനലിൽ പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ബട്ട് എന്തുകൊണ്ടാണ് ശാന്തകുമാരി ഞാൻ കമൻറ്റ് നോക്കുന്നുണ്ട്. ഓക്കെ, വേറെ ചാനൽ ഏതാ? ഷെഫീന വിനീത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തിഹത്യ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ അതിഭീകരമായ ആക്രമണം ഞാൻ നേരിടുന്നുണ്ടായിരുന്നു. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ സൈലന്റ് ആയിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ചുറ്റും നിന്നത് നോക്കിക്കൊണ്ട് ഇറ്റ് വാസ് നോട്ട് മൈ പ്രോബ്ലം, ഇറ്റ് വാസ് ഹെർ പ്രോബ്ലം എന്ന് ചിന്തിക്കുന്നവൻ ആ റേപ്പ് ചെയ്യുന്നവനേക്കാൾ വലിയ റേപ്പിസ്റ്റാണ്. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? ഒരു കുട്ടിയെ, ഒരു കൊച്ചുകുട്ടിയെ നടു റോട്ടിലിട്ട് എൻ്റെ പിതാവാണെങ്കിലും തല്ലുന്നത് നോക്കി നിൽക്കുന്നത് കണ്ടാൽ ആ പിതാവിനേക്കാൾ ക്രൂരനാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നവർ. മനസ്സിലായോ? എന്ത് പറ്റി? ഈ ചാനൽ സ്ട്രൈക്ക് കിട്ടി? ഇല്ല, ഇതിന് സ്ട്രൈക്ക് ഒന്നുമില്ല. അതിനകത്ത് സ്ട്രൈക്ക് കിട്ടാനുള്ളതൊന്നുമില്ല. കുട്ടി, അതിനകത്ത് എന്തിന് സ്ട്രൈക്ക് കിട്ടി നിങ്ങൾക്ക് അറിയത്തില്ല. എന്തിനാണ് വെറുതെ ആർക്കെങ്കിലും സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റുമോ? നോ. ഞാൻ എത്രയോ ടോപ്പിക്കുകൾ ചെയ്തു, അതിനൊന്നിനുമല്ല സ്ട്രൈക്ക്. ഞാൻ നിങ്ങളടുത്ത് എത്ര വട്ടം പറയണം? തനൂജ എന്ന് പറയുന്ന സ്ത്രീയുടെ ഫോട്ടോ വെച്ചു, അവളുടെ ഫോട്ടോ വെച്ചതിനാണ് സ്ട്രൈക്ക്. ഓക്കെ, ഫസ്റ്റ് സ്ട്രൈക്ക്. 2 ഫോട്ടോയ്ക്ക് 1 സ്ട്രൈക്ക് എന്ന രീതി 2 സ്ട്രൈക്കാണ് അവൾ തന്നിട്ടുള്ളത്. പിന്നെ വന്നത് റോബിന്റെ ഫോട്ടോ വെച്ചതിന്, ദിലീപിന്റെ ഫോട്ടോ വെച്ചതിന്, പൃഥ്വിരാജിന്റെ ഫോട്ടോ വെച്ചതിന്. അല്ലാതെ ഞാൻ പറഞ്ഞ വേറൊരു സബ്ജക്റ്റിനും അല്ല, വേറെ ഒന്നിനുമല്ല. ഫോട്ടോസ് വെച്ചു. എൻ്റെ വീഡിയോസ് റിപ്പോർട്ട് ചെയ്താൽ പോകില്ല. അതിന് ജെനുവിനിറ്റി ഉണ്ട്. അത് കേൾക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഇസ്ലാം മത വിശ്വാസികൾ കൊണ്ടുപോയി 3 വട്ടം കേസ് കൊടുത്തു. ദേ ഡിഡ്ന്റ് അക്സെപ്റ്റ്. അവരത് എടുക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ട് തയ്യാറായില്ല? ബിക്കോസ് ദേ കാൻ മേക്ക് എനി കേസ് അഗൈൻസ്റ്റ് മീ. പറ്റില്ല. പ്രധാനമന്ത്രിയെ പറഞ്ഞു ദേ കാൻ ടേക്ക് എ കേസ് അഗൈൻസ്റ്റ് മീ. പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? അതുകൊണ്ട് തന്നെ. അതിലൊന്നിലും എന്നെ പിടിക്കാൻ ഒക്കത്തില്ലെന്ന് അവർക്ക് അറിയാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവര് ഇത് ആരുടെയോ കയ്യിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങിയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ആ കബീഷ്. ആയിക്കോട്ടെ, പക്ഷേ ഇതിനൊക്കെ മൂല കാരണം കബീഷ് എന്ന വ്യക്തി തന്നെയാണ്. അതാരും നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളുക. ഐ ഡോണ്ട് കെയർ. ഇനിയും ചാനലുകൾ പോകട്ടെ, ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ ഫുൾ യൂട്യൂബ് ചാനലുകളെ മൊത്തത്തിൽ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരാളെ നിങ്ങൾ എടുത്ത് വെച്ച് പീഡിപ്പിക്കരുത്. എൻ്റെ കൂടെ 12 പേര് വന്ന് ചേർന്നിട്ടുണ്ട്. 12 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതായത് ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഇതിനെതിരെ നിൽക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ഏജൻസിയെ സമീപിച്ചിട്ടുണ്ട്. വി ഹാൻഡ് ഓവർ ഓൾ ദ ഡോക്യുമെന്റ്സ് ടു യു. ഇനി ഒരു കാര്യം, ഇനി വേറൊരു കാര്യമുണ്ട്. ഇപ്പോഴും അവസരമുണ്ട്. ആർക്ക് വേണമെങ്കിലും വന്ന് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ചാനലിന്റെ റവന്യൂ ഒന്നും ഞങ്ങളുടെ വിഷയമല്ല. ഇത് സോഷ്യൽ ഈവിൾ എന്നവർ എന്നെ പറയുമ്പോൾ ദേ ആർ സോഷ്യൽ ഈവിൾസ്. വി നീഡ് ടു ക്ലീൻ അപ്പ് ദം. നമുക്ക് അവരെ ക്ലീൻ ചെയ്യണം. സൊസൈറ്റിയിൽ നിന്ന് അവരെ ഇറക്കി വിടണം. അവര് റീ ഓപ്പൺ ചെയ്താൽ അതിനെയും നമ്മൾ ടാർഗറ്റ് ചെയ്യണം. വിട്ടുകൊടുക്കരുത്, സമ്മതിച്ചു കൊടുക്കരുത്. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. തീർച്ചയായിട്ടും ഒന്നിച്ചു നിൽക്കണം. ആൻഡ് വിമൻസ് കമ്മീഷൻ പോലുള്ള ഒരു സംഗതി ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. എനിവൺ ക്യാൻ കം ആൻഡ് ജോയിൻ വിത്ത് മീ. ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. ദർ ഈസ് നോ പേയ്മെന്റ് അറ്റ് ആൾ. ബട്ട് വി ആർ വൺ. നമ്മൾ ഒന്നിച്ചു നിൽക്കും. സ്ത്രീകൾക്കെതിരെയുള്ള എന്ത് പ്രോബ്ലവും നമ്മൾ സ്വമേധയാ കേസെടുക്കും. നമ്മൾ തന്നെ ഫേസ് ചെയ്യും. വിൽ ഗീവ് ഓൾ ദ സപ്പോർട്ട് ആൻഡ് ഫ്രീഡം ഫോർ ദം. ക്രൈമിനെതിരെ നമ്മൾ ഒന്നിച്ചു നിൽക്കും. ഞാനത് ചെയ്യും. ഐ എം സ്റ്റോപ്പിംഗ് യൂട്യൂബ്. ഐ എം ജസ്റ്റ് മൂവിംഗ് വിത്ത് ദാറ്റ് സ്റ്റുപ്പിഡ് തിങ്. ഇത് കഴിഞ്ഞോട്ടെ. യൂട്യൂബിലുള്ള ഈ തൂത്തുവാരൽ കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ചിന്തിക്കുന്നതായിരിക്കും. എനിവൺ ക്യാൻ കം ആൻഡ് ജോയിൻ വിത്ത് മീ ഫ്രീ ഓഫ് കോസ്റ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ട ഒരു 3 എവിഡൻസ് ആയിട്ടുള്ള സാധനം ഞാൻ നിങ്ങൾക്ക് മുന്നിട്ട് വന്ന് ഫരീദ, 2 അമൃത, 3 വീണ. ഈ രീതിയിൽ 3 പേർക്ക് കിട്ടിയ നീതി എൻ്റെ ഒപ്പം വന്ന് നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഞാൻ തീർച്ചയായിട്ടും തന്നിരിക്കും. 100% നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. നിങ്ങളുടെ ഭാഗത്ത്
ഒരു രീതിയിലും പിഴവില്ല, തെറ്റില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഐ വിൽ സപ്പോർട്ട് യു ആൻഡ് 100% ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. അത് വാക്കാണ്. സോ ഈ ഒരു വിഷയത്തിൽ ഇവർ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു സാധനം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഐ വിൽ ക്രൈ ഫോർ മൈ ചാനൽ. നോ, ആ ചാനലിൽ പോയി ഞാൻ കരഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ചിരിച്ചപ്പോൾ പറഞ്ഞ ആർട്ടിക്കുലേറ്റഡ് ലാഫാണെന്ന് ഒരിക്കലുമില്ല. എനിക്കിപ്പോൾ ചിരിച്ച് ആളുകളെ കൊണ്ട് അങ്ങനത്തെ ഒരാവശ്യമില്ല. ഐ ഫീൽ പെയിൻ വെൻ ഐ റിയലൈസ് ദാറ്റ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് അത്രയും കപ്പാസിറ്റി ഇല്ല ആ പറയുന്ന വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട്. മാക്സിമം എൻ്റെ മോൻ അത് റീകളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ കുട്ടികളുടെ സ്റ്റഡീസ് ആണ് ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ അത് അധികമുള്ളത്. അതുപോലും ഓവർ ആകുന്ന രീതി ഓവർലോഡഡ് ആയിട്ട് ഞങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആൻഡ് 1 by 1 ആയിട്ട് ഞാൻ ഇനി ഇതിൽ നോക്കിയിട്ട് നല്ല വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഐ നോ ദാറ്റ്. അപ്പോൾ അതൊരു ഹ്യൂജ് ഇഷ്യൂ ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എനിക്കിനി പുതിയ വിഷയങ്ങൾ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു പ്രയാസം എനിക്ക് ഉണ്ട് തന്നെയാണ്, അതില്ലെന്ന് ഞാൻ പറയത്തില്ല. സംഘടനയ്ക്ക് 101 സപ്പോർട്ട് തീർച്ചയായിട്ടും ഷാജി നിങ്ങളെ പോലുള്ളവരും കൂടെ വേണം കേട്ടോ. ഞങ്ങൾ വെറും സ്ത്രീകൾ മാത്രമായാൽ പോരാ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ഞങ്ങളെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആണുങ്ങൾക്കും അതിനകത്ത് സ്വാഗതം. നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ ഞങ്ങളൊന്നും ആവില്ല. എപ്പോഴും ഒരു ജയിച്ച പെണ്ണിന്റെ പുറകിൽ ഒരു ആണുണ്ടാവും. അത് ചെറുപ്പക്കാരി കുട്ടികളാണെങ്കിൽ അച്ഛനായിരിക്കും, സഹോദരനായിരിക്കും, വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഭർത്താവായിരിക്കും, ഇനി അമ്മയാണെങ്കിൽ മകനായിരിക്കും. 100% നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ദാറ്റ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആണുങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കാം. വി നീഡ് ജസ്റ്റിസ്, അത്രയേ ഉള്ളൂ. ഈ ഇഴഞ്ഞ നീങ്ങലുകൾ, ഈ അനാവശ്യമായ ഇഗ്നോറൻസ്, മറ്റുള്ള കള്ളക്കേസുകൾ എടുത്തുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു രീതി, അതിനെതിരെ നമ്മൾ ചേർന്ന് നിന്ന് പൊരുതും. നമ്മൾ നല്ല ശക്തിയോടുകൂടി ഒരു സംഘടന ഉണ്ടാക്കുന്നു ആൻഡ് വി വിൽ പ്രൊട്ടക്ട് അവർ സെൽഫ്. വി ഡോണ്ട് നീഡ് എനി കൈൻഡ് ഓഫ് ഒരു രീതിയിലുള്ള ഔദ്യോഗിക ബഹുമതി നമുക്ക് വേണ്ട. പക്ഷെ ഞങ്ങളുടെ സംഘടന ഇടപെട്ടാൽ അതിനകത്ത് വിക്ടറി ഉണ്ടായിരിക്കണം. അത് ഈ കാണുന്ന ഈ തോന്നിവാസികൾക്ക്, ബ്രൈബിന്റെ ആൾക്കാർക്ക് ഒരു ത്രെട്ടായിട്ട് നമ്മൾ ഉണ്ടാകണം. വേണ്ടേ? വേണം. അപ്പോൾ എൻ്റെ കൂടെ 10 പേര് മതി. ഐ ആം എക്സ്പെക്ടിങ് ഓൺലി 10 people ദാറ്റ് ഓൾറെഡി ഫിൽഡ്. ഇനി എനിക്ക് വേണ്ടത് കുറച്ചധികം പേരെയാണ്. വരാനുള്ളവർക്ക് വരാം. മൈ കോൺടാക്ട് നമ്പർ ഐ ഓൾറെഡി ഗിവൺ 7025584843. പ്ലീസ് വാട്സപ്പ് ചെയ്യാവോളും. ജോയിൻ വിത്ത് മീ. അതിനകത്ത് കള്ളക്കാളികൾ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഐ ഡോണ്ട് കെയർ. ഈ ഒരു എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ട് വേണം ഷെഫീനോട് കളിക്കാൻ വരാൻ. ഷെഫീന എന്താണെന്ന് മനസ്സിലായല്ലോ. തിരിച്ച് ഷെഫീന ചെയ്യൂന്ന് പറഞ്ഞാൽ കുടുക്ക മൊത്തം കുടുംബം കൊളന്തോണ്ട് നടക്ക് ഷെഫീന ചെയ്തതാണ്. ആൻഡ് നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല, ഈ കാണിക്കുന്ന എല്ലാ പേക്കൂത്തുകളും ബാഡ് കള്ളത്തരമാണ്. ബിക്കോസ് everyone will get strike. അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഞാൻ കൊടുക്കും. മിനിമം 3 സ്ട്രൈക്കാണ് റിമൂവലിന്. അത് 12 എണ്ണം ഞാൻ എഴുതി കൊടുത്തതിൽ 12 എണ്ണം പോയിട്ടുണ്ട്. ടൈം മാത്രമാണ് കൺസ്യൂം ചെയ്യുന്നത്. എൻ്റെത് 1 മാസം കഴിഞ്ഞല്ലേ പോയത്. 30 ഡേയ്സിനുള്ളിൽ ഒരെണ്ണം പോലും ഉണ്ടാവത്തില്ല. അത് പ്രോമിസാണ്. അറ്റ് എനി കോസ്റ്റ് ഞാനത് പോക്കിയിരിക്കും. ഈവൻ അത് മര്യാദയ്ക്ക് പോകത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ഞാൻ പോയി കേസ് മുഖാന്തരം, അതിനകത്ത് ഒരു വലിപ്പുണ്ട്. ആ വലിപ്പ് കണ്ടിട്ടാണ്, അതായത് ഒരു ഇഴഞ്ഞ നീക്കമുണ്ട്. ആ ഇഴഞ്ഞ നീക്കം കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് നോ, ഈ ഇഴഞ്ഞ നീക്കം അവസാനിച്ചേ മതിയാവൂ. അനിവാര്യമായ ആക്ഷൻസ് ഓൺ ടൈമിൽ ചെയ്യാൻ പോലീസുകാർ തയ്യാറായില്ലെങ്കിൽ പാരലലായിട്ട് അതിൻ്റെ സംവിധാനം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി നിൽക്കുമെന്ന് പറഞ്ഞത്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഞാൻ 10 പൈസ വാങ്ങിക്കത്തില്ല. ബട്ട് സം സോർട്ട് ഓഫ് എക്സ്പെൻസ് വിൽ ബി ദയർ. കോടതിയിലേക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ 500 പത്രം അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ ചെറിയ എക്സ്പെൻസ് യു ഹാവ് ടു മീറ്റ്. ഫുള്ളി ഫ്രീ എന്നല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ ചെയ്യേണ്ടി വരും. ദ റെസ്റ്റ് എൻ്റെ ഒരു സർവീസ് ഫുള്ളായിട്ട് ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് എങ്കിൽ മോള് പോയി ട്രാൻസ്ലേഷൻ നോക്കിയിട്ട് പഠിച്ചു. ഇപ്പോൾ എനിക്ക് സൗകര്യമില്ല മാറ്റി പറയാനായിട്ട്, ബിക്കോസ് ഇറ്റ്സ് എ ഫ്ലോ. ഓക്കെ, ഈ വിഷയത്തിൽ അവരൊക്കെ പറയുന്ന കണക്ക് ഇല്ല, ഷൈക്ക് കിട്ടിയിട്ടില്ല, മാങ്ങ കിട്ടിയിട്ടില്ല, തേങ്ങ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതൊക്കെ തന്നെ ആരും ട്രസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട. 100% ഷെഫീനായ പോലെ ഷെഫീന മാത്രമേ ഉള്ളൂ. സ്ട്രൈക്ക് കിട്ടിയെങ്കിൽ സ്ട്രൈക്ക് കിട്ടി എന്ന് പറയാനുള്ള ആർജവം ഷെഫീനൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വന്ന് ഓപ്പൺ എയറിൽ കറക്റ്റായിട്ട് പറയുന്നത് ഷെഫീന മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കളവാണി കൂട്ടമാണ്. ഞാൻ ഇന്നവരെ ഒരു കോൾ എൻ്റെ ചാനൽ തിരിച്ചു കിട്ടാൻ ഒരാളെ വിളിച്ചതായിട്ട് തെളിയിക്കാമെങ്കിൽ ഓക്കെ, ഞാൻ ചെയ്തിട്ടില്ല. ഇടനിലക്കാരിൽ ഒരാൾ വന്നിട്ട് അതിൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. എന്നോട് അവൻ സംസാരിച്ചിരുന്നു. അവൻ എന്നോട് പറഞ്ഞു ഞാൻ സംസാരിച്ച് നോക്കട്ടെ, ഹീസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഈ പേപ്പട്ടിയിലൂടെ സംസാരിച്ചത് അയാളാണ്. അയാൾ സംസാരിച്ചപ്പോൾ അവൻ്റെ സംസാര രീതി ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു
നോ മോർ കോംപ്രമൈസ്. ഞാൻ ചെയ്യത്തില്ല, എനിക്ക് താല്പര്യമില്ല. ബിനു എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു താനൊന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ, താനൊന്ന് സംസാരിക്കുക, ചെയ്യില്ല എന്ന് പറഞ്ഞു. ആൻഡ് ദ മെയിൽസ് ദേ ആർ ഷോയിങ്, പ്രത്യേകിച്ച് അതിൽ ഷോ ചെയ്യുന്ന മെയിൽസ്, ഇറ്റ്സ് എ മെയിൽ ഓൺലി. അത് ഒരു സ്വാഭാവിക രീതിയാണ്. നമുക്കൊരു സ്ട്രൈക്ക് വന്നാൽ നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത് അങ്ങോട്ട് അയക്കുന്ന ആ എക്സ്പ്ലനേഷൻ എടുത്ത് വെച്ച് വായിച്ചിട്ടാണ് ഷെഫീന മാപ്പ് പറഞ്ഞത്. ഷെഫീന മാപ്പ് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് കേൾക്കുന്ന ദിവസം പിറ്റേന്ന് എൻ്റെ ഫ്യൂണറൽ ചടങ്ങിൽ നിങ്ങളെ പങ്കെടുക്കാൻ എൻ്റെ മോൻ ഇൻവൈറ്റ് ചെയ്യും പബ്ലിക്കലി. ഞാൻ തോറ്റു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്ന ദിവസം ദ നെക്സ്റ്റ് ഡേ എൻ്റെ മോൻ ഇവിടെ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യും. യു ക്യാൻ കം ആൻഡ് ഹാവ് ഫുഡ് ആൻഡ് ഗോ. അതെൻ്റെ ഫ്യൂണറൽ ചടങ്ങായിരിക്കും, എൻ്റെ മരണമായിരിക്കും. നിങ്ങളതിനകത്ത് കാണാൻ ഷെഫീന തോൽക്കുന്ന പരിപാടിയേ ഇല്ല. ഇല്ല, ഇത്തരം നാറികളുടെ മുന്നിൽ തല കുനിച്ചിട്ട് ജീവിക്കുന്നതിലും ഭേദം ഞാൻ മരണം ഇഷ്ടപ്പെടുന്നോളാം. ഞാൻ ആത്മഹത്യ പ്രോത്സാഹിപ്പിക്കുന്നോളല്ല, പക്ഷേ ഞാൻ മരണം ആഗ്രഹിക്കുന്നു, അതിനേക്കാൾ ബെറ്റർ. ഓക്കെ വീണ, എല്ലാവരും ആയോ? നമുക്ക് ഒന്നിച്ച് നിൽക്കാം. ബി സ്ട്രോങ്. എക്സാക്ട്ലി. ജിനൂസ് ഫസ്റ്റ് സ്ട്രൈക്ക് കൊടുക്കും. ജിനൂസിനെ ഫസ്റ്റ് സ്ട്രൈക്ക് കൊടുക്കും. സാമം ദാനം ഭേദം ദണ്ണം ഒക്കെ നോക്കും. നമ്മളെ ആരൊക്കെ ആക്രമിച്ചോ, ഞാൻ അനുഭവിച്ച പെയിൻ, ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടുത്തൽ, ഇതവരെ അനുഭവിക്കണം. ഈ ബാക്കിയുള്ളവർക്ക് എന്തിനു സ്ട്രൈക്ക് കൊടുക്കുന്നുള്ള ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം, അതിലേക്ക് വന്നില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ട് ബാക്കിയുള്ളവർ? ആരോ പറഞ്ഞു കൊടുത്തു ഇവളെ വെച്ച് ചെയ്താൽ, ഇവളുടെ ഫോട്ടോ വെച്ച് ചെയ്താൽ നല്ല വ്യൂ കിട്ടും എന്ന് പറഞ്ഞിട്ടല്ലേ ഇവരൊക്കെ എൻ്റെ വീഡിയോ എടുത്ത് വെച്ച് വ്യൂ ഇട്ടതും ചെയ്തതും ക്യാഷ് ഉണ്ടാക്കിയതും? ആണോ അല്ലയോ? അതല്ലേ സത്യം. എന്താണ് ഇവിടെ നടക്കണേന്ന് ആരെങ്കിലും അന്വേഷിച്ചോ? അബ്ദുൾ ഖാദർ പുതിയങ്ങാടിക്ക് വേണ്ടി വീഡിയോ ചെയ്തു. എൻ്റെ കുട്ടികളെ ചേർത്ത് എന്നെ വെച്ച്, എൻ്റെ മോനെ വെച്ച്, പട്ടിയെ വെച്ച്, പാണിയെ വെച്ച്, നാട്ടുകാരെ വെച്ച്, കണ്ടവന്മാരെ വെച്ച്, എൻ്റെ കുട്ടികളുടെ DNA വരെ അവഹേളനത്തിന്റെ പുറത്ത് അവഹേളിച്ചപ്പോഴത്തേക്ക് ഞാൻ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഹണി ട്രാപ്പുകാരിയാണെന്നും വേശയാണെന്നും മറ്റതാണെന്നും മറിച്ചതാണെന്നും ഒക്കെ പറഞ്ഞവന്മാർ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ചു പറഞ്ഞ സാധനങ്ങൾ എടുത്തു വെച്ച് എനിക്കെതിരെ വീഡിയോ ചെയ്യാൻ ഇവർ കാണിച്ച ഉത്സാഹത്തിന് ഞാൻ മറുപടി കൊടുക്കണ്ടേ? കൊടുക്കണോ വേണ്ടേ? ഞാൻ മറുപടി കൊടുക്കണം. അന്ന് ഇല്ലാത്ത വേദന ഇന്ന് ചാനൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തിനുണ്ടാകുന്നു? ഒരാളെ ഒറ്റയ്ക്ക് നിർത്തി എല്ലാവരും കൂടെ ആക്രമിക്കുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഇവരെല്ലാം ഘോരം ഘോരം ലൈവ് ഇട്ടും അല്ലാതെയും എനിക്കെതിരെ ആക്രമണങ്ങൾ തൊടുത്തു വിടുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? പബ്ലിക് വേസ്റ്റ്. വ്യൂ ഇല്ലടാ, എടാ വ്യൂ ഇല്ലടാ, ഭാര്യയെ കുത്തുന്നത് ജിത്തണലടാ. ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ആരാ പറഞ്ഞേ? ഈ സ്ത്രീ. ഈ സ്ത്രീ കഞ്ചാവുകാരൻ പറഞ്ഞില്ലേ? നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളുടെ കണ്ണിൽ എന്താ പൊടിയായിരുന്നോ? ആരെങ്കിലും കുത്തിക്കൊന്നോ നിങ്ങളുടെ കണ്ണ്? ചെയ്തോ അവൻ? നിങ്ങൾ മിണ്ടിയോ? ചെറിയ ഒരു കാര്യത്തിന് പോലും നിങ്ങൾ എടുത്തു വെച്ച് ചെയ്യുമ്പോൾ ഈ കാര്യം നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ എന്താ പൊട്ടരായിരുന്നോ? അന്ധരായിരുന്നോ? സ്ത്രീ തന്നെയല്ലേ എപ്പുറത്ത് നിൽക്കുന്നത്. ഞാൻ ശക്തിയാണ്, സമ്മതിച്ചു. ഞാൻ ബോൾഡാണ്, ഞാൻ കരയത്തില്ല, ഞാൻ ഭയങ്കര ബോൾഡാ. അതെനിക്ക് എപ്പോഴും തോന്നിയിട്ട്, പലപ്പോഴും എനിക്ക് തോന്നിയിട്ട് എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിന്റെ അർത്ഥം ഇവർ ചുറ്റും നിന്ന് എന്നെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ കണ്ണാ നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആക്രമിക്കുമ്പോൾ എനിക്ക് മൈത്താണ്ടി മാത്രം. വൈ ആം വറിയിങ്? വൈ ഷുഡ് ഐ? നിങ്ങൾക്ക് തോന്നാത്ത നീതി, നിങ്ങൾക്ക് തോന്നാത്ത എത്തിക്സ് ഷെഫീനയ്ക്ക് എന്തിനെ? വൈ? ഞാൻ എന്തിനെ എത്തിക്സിൽ ഇത് വിശ്വസിക്കണം? എടേ, എനിക്കറിയാത്തൊരു കാര്യമാണ്. ധൈര്യമില്ല വക്ക് ഞങ്ങളുടെ ഫോട്ടോ വയ്ക്കുക. ഷെഫീന പണ്ട് ഒരുത്തന്മാരെയും ഫോട്ടോ വയ്ക്കാറില്ല. അൽത്താഫിനെതിരെ ഞാൻ വീഡിയോ ചെയ്തു. 1 മാസം കഴിഞ്ഞാണ് അൽത്താഫ് പോലും പറഞ്ഞത് ഞാൻ അൽത്താഫിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്. എന്താണ് ഞാൻ ചെയ്ത വീഡിയോ? എൻ്റെ ഭാര്യ എൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു. എടാ, ഭാര്യ പ്രോപ്പർട്ടി എന്നാരും പറയത്തില്ലടാ. ഷീസ് യുവർ പങ്കാളി എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടു. അതെടുത്തുകൊണ്ട് 1 മാസത്തിനിപ്പുറമാണ് വന്നത്. പുള്ള അതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് ആ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ അത് കാണുന്ന 10 പേർക്ക് മനസ്സിലാവണം, ഷീ ഈസ് മൈ പാർട്ട്ണർ, നോട്ട് മൈ പ്രോപ്പർട്ടി. അത് പറയണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അൽത്താഫിനെ നന്നാക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശമല്ല. എന്തിനടാ അൽത്താഫെ നീ മുക്കിയത് വീഡിയോ? രക്ഷപ്പെടൂല. എത്തൂല മോനെ. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഡോണ്ട് മെസ് വിത്ത് മീ. ഡോണ്ട് 100 വട്ടം ഞാൻ പറഞ്ഞു, ഡോണ്ട് മെസ് വിത്ത് മീ. ഞാൻ ആരുടെയും വോയിസ് അല്ല, ആരുടെയും നാവല്ല. ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ പ്രതികൂലമായി നിന്ന, ഞാൻ അനുഭവിച്ച എൻ്റെ വിഷയങ്ങളിൽ ഞാൻ പൊരുതി നേടിയ കാര്യം ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നു, ഞാൻ പൊതുസമൂഹത്തിനോട് പറയുന്നു. അവർക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുക്കട്ടെ. അതിനപ്പുറം ഷെബീന ആരുടെയും വക്താവല്ലായിരുന്നു. ഷെബീന ഒരു പാർട്ടിയിലും പോയി ചേർന്നില്ല. ഷെബീനയെ നിങ്ങൾ ക്രൂരമായി ആക്രമിച്ചപ്പോൾ, ഒറ്റപ്പെടുത്തിയപ്പോൾ, എന്റെ ജോലി നഷ്ടപ്പെടുത്തിയപ്പോൾ, എന്റെ വീട്ടിൽ നിന്ന് ആളുകളെ ഇറക്കി വിട്ടപ്പോൾ, എന്നെ ആക്രമിച്ചപ്പോൾ, എന്റെ വണ്ടി നശിപ്പിച്ചപ്പോൾ ഒരിടത്ത് വന്ന് ഷെബീന എരവാദം പറഞ്ഞില്ല, കരഞ്ഞില്ല, കണ്ണീന്ന് ഒരു തുള്ളി ചോര വീണിട്ടില്ല. ഞാൻ മിണ്ടിയില്ല. ഞാൻ ഫേസ് ചെയ്തു. ഐ ഫേസ് ഇറ്റ്. നൗ യുവർ ടേൺ. ഫേസ് ഇറ്റ്. ഷെബീനയെ
ഫേസ് ചെയ്യടാ. ഷെഫീന എന്താണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? പെണ്ണെന്താണെന്ന് മനസ്സിലായില്ലേ? ഫേസ് ചെയ്യടാ. ഞാൻ കാണട്ടെ നിന്നെ എല്ലാം. ഈ മാക്രി കൂട്ടത്തിനെ അത്രയും ഷെഫീന തനിച്ച് നിന്ന് ഫേസ് ചെയ്തില്ലേ? ഫേസ് ചെയ്യടാ. ഫേസ് ചെയ്. ഒരെണ്ണത്തിനെ ഞാൻ വിടത്തില്ല. ഒരെണ്ണത്തിനെ ഞാൻ വിടത്തില്ല. ഒരാൾക്കും മാപ്പുമില്ല. എന്നെ എങ്ങനെ നിങ്ങൾ ചെയ്തോ നിങ്ങളെ ഞാൻ അതേപോലെ ചെയ്യും. നീയൊക്കെ എവിടെ പോയി ചേർന്നിരുന്നാലും അവിടെ നിന്ന് വലിച്ച് ഞാൻ താഴെ ഇടും. നീയൊക്കെ എന്നോട് എന്ത് ചെയ്തോ അത് ഞാൻ തിരിച്ചു ചെയ്യും. ഇൻക്ലൂഡിങ് ഞാൻ മരിച്ചാൽ, ഞാൻ പെറ്റ് വളർത്തിയ കല്ലായി നിന്ന് ഞാൻ അധ്വാനിച്ച് എന്റെ ചോര കൊണ്ട് വളർത്തിയ എന്റെ മക്കൾ നിന്നോട് പ്രതികാരം ചെയ്യും. ഈ രണ്ടെണ്ണം അല്ല, പുറത്തുണ്ട് പിള്ളേര്. അവര് നിങ്ങളോട് മറുപടി പറയും. തല്ലുമെട്ടും കുത്തുവല്ലടാ നീതിയുടെ കുലാക്കിൽ. ഇനി ഒരുത്തിയെ പോലും നിങ്ങൾക്ക് തൊടാൻ ഭയമുണ്ടാവണം. ഞാനതല്ലേ നിന്നോടൊക്കെ പറയുന്നത്. റേപ്പ് എന്നെ ചെയ്യടാ. പിന്നെ റേപ്പ് ചെയ്യാൻ നിനക്കൊക്കെ ജീവൻ ഉണ്ടാവത്തില്ല. എന്നെ അടിയടാ. തിരിച്ച് നീ ആരെ അടിക്കാത്തവണ്ണം ഞാൻ അടിച്ചു കാണിച്ചു തരാം. ചീത്ത എന്നെ വിളിയടാ. ഇനി നീ ഒരുത്തനെയും ചീത്ത വിളിക്കത്തില്ല. അത് ഞാൻ കാണിച്ചു തരാം. പെണ്ണടമാണെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞു. എന്റെ ഉദ്ദേശ ലക്ഷ്യം പെൺകുട്ടികളെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമോ അവർക്ക് സ്വയം പര്യാപ്തതയാണ് വാല്യൂ. അവർക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് എന്റെ ഉദ്ദേശ ലക്ഷ്യം. പലാവർത്തി പറഞ്ഞു. എന്റെ വഴി തനി വഴി, എന്നെ വെറുതെ വിടുമെന്ന് ഞാൻ പലാവർത്തി പറഞ്ഞു. അനുസരിച്ചോ? എന്നെ ഒതുക്കണം. ആൺമേൽക്കോയ്മ അതിനകത്തുള്ള മുറ്റപ്പുള്ളിയാണ് ഷെഫീന. നോക്കിയാ പേടിക്കണം, പതറണം, മിണ്ടരുത്. കുത്തി ചൊര കണ്ണാക്കിൽ പോകുമ്പോ വെച്ച് പൊട്ടിക്കും ഷെഫീന. ഒരു കള്ളത്തരം പറയല്ലേടാ. ഷെഫീനെ പോലെ ധൈര്യമായിട്ട് പറ. ഷെഫീനെ പോലെ ധൈര്യമായിട്ട് പറ. അതെ, ഐ ഗോട്ട് സ്ട്രൈക്ക്. ഓപ്പൺ അപ്പ് യുവർ മൗത്ത് മാൻ. വൈ യു ആർ സ്കാർഡ്? വൈ യു ആർ സ്കാർഡ്? ഹൈ ബേബി. ആണോ പപ്പോ? കോൺടാക്ട് ബാത്ത്. നോ കിച്ചൺ. ഡയറക്റ്റ്ലി കിച്ചണിൽ പോകത്തില്ല. പോയി കുളിയടാ പോടാ. കല്ലെടുത്തെറിഞ്ഞ ഓടും. ആ ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. ബിൻസാ നീ പറഞ്ഞു വരട്ടെ. ബാക്കി പറയട്ടെ. ഇപ്പൊ അത്തങ്ങണം പോ ചെല്ലിന്റെ. ആഹാ ഇനി ഭ്രാന്തിയാണെന്നുള്ള പട്ടം, തെറിവിളിക്കാരിയാണെന്നുള്ള പട്ടം ഐ ലൈക്ക് ഇട്ട് വിളിയടാ. ഞാൻ തെറുത്താത്ത തന്നെയാണ് ഞാൻ തെറുത്താത്ത. പിന്നെ വേറെ എന്തായിരിക്കും വിളിക്കുക? മറ്റേ ആണ്ടാ. ദാറ്റ്സ് മൈ റൈറ്റ്. 4 അല്ലടാ 50. എന്റെ കട്ട്സ് ആണടാ. 4 എണ്ണത്തിനെ പോയി ഉണ്ടാക്കുമ്പോൾ നിനക്കൊക്കെ കള്ളകൃഷ്ണ എന്ന് പേര് കിട്ടുമെങ്കിൽ ഞാൻ 50 എണ്ണത്തിനെ കെട്ടിയാൽ നിനക്കൊക്കെ എന്താ? ദാറ്റ്സ് മൈ കട്ട്സ്. തട്ടല് മനസ്സിലായ? എന്റെ തണ്ടലിന്റെ ബലം. അതിനകത്ത് ഷെയിം വരുന്ന മക്കളെ ഞാൻ പ്രസവിച്ചിട്ടില്ലടാ. അതിനകത്ത് നാണക്കേര് വരുന്ന മക്കളെ ഞാൻ പ്രസവിച്ചിട്ടില്ല. പിന്നെ ലവ ഇരുന്നുണ്ട് കോന്ത്രപ്പല്ല 4 കെട്ടി. അമ്മയെ കെട്ടിക്കുന്ന മോൻ. അമ്മയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ ഒരു യോഗ്യത വേണോടാ നാറി. അല്ലാതെ അമ്മയെ കൂട്ടി കൊടുത്താൽ പറ്റത്തില്ല. അമ്മയെ കൂട്ടി കൊടുത്താൽ ആ പൈസ കൊണ്ട് മൃഷ്ടാനം തരുന്ന തീട്ടം തുല്യമാണെന്ന് ബോധമുള്ള കുഞ്ഞ് അങ്ങനെയല്ല വേണ്ടത്. അമ്മയ്ക്കൊരു പാർട്ട്ണറെ വേണമെന്ന് പറഞ്ഞാൽ അമ്മയെ കെട്ടിച്ചു കൊടുക്കുകയായത് കണക്കായി പോയിടാ. ആ ലെവലിലേക്ക് ഉയർന്നു വരണമെങ്കിലേ അന്തസ്സുള്ള വയറ്റി പറക്കണം, അന്തസ്സുള്ള ഗർഭപാത്രത്തിൽ പറക്കണം, തള്ളക്കി പറക്കണോടാ. തന്തക്കല്ല, തള്ളക്കി പറക്കണം. എന്റെ കുഞ്ഞ് ആ കാര്യത്തിൽ പ്രൗഡ് ഫീലിംഗ് ആണ്. നീയൊക്കെ എത്ര ഡീഗ്രേഡ് ചെയ്താലും ഷെബീനയുടെ തട്ട് താന്ന് തന്നെ ഇരിക്കും. ഷെബീനയുടെ തട്ട് താന്ന് തന്നെ ഇരിക്കും. മനസ്സിലായ? ഈ പറയുന്ന സർവത്ര രാജകീയമായ ആൾക്കാർ അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സർവത്ര രാജകീയ ആൾക്കാർക്ക് മുറുക്കെ എനിക്കെതിരെ കേസ് കൊടുത്തൂടെ? എന്തുകൊണ്ട് മിണ്ടുന്നില്ല? പ്രൂഫ് വെച്ചാ സംസാരിക്കുന്നേ. കളവ് പറഞ്ഞ ശരിയല്ല. നടേശനെ പേടിയില്ലാത്ത മനുഷ്യരുണ്ടോടോ? അമൃതാനന്ദമയ്യ പേടിയില്ലാത്ത മനുഷ്യരുണ്ടോടോ? ഷെബീനക്ക് മലരായിരുന്നു. ഷെബീന അവർക്കെതിരെ വിത്ത് പ്രൂഫ് പറഞ്ഞു. ഈ പറയണത് ഷെബീനക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. എനിക്കെതിരെ കേസ് കൊടുക്കാൻ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടെന്ന് അറിയാമോ? ഐ ആം ലൈക്ക് ദാറ്റ്. എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. വിത്ത് എവിഡൻസ് വെച്ചാൽ ഞാൻ 53 മിനിറ്റ് വെച്ചാണ് ഞാൻ അമൃതാനന്ദമയ്യക്കെതിരെ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതേ സാധനങ്ങൾ എഴുതിയിട്ട് ലിബി കേസ് ഫേസ് ചെയ്തു. KYS ഇറങ്ങേണ്ടി വന്നു അവളെ സേവ് ചെയ്യാൻ. ഷെബീനക്കെതിരെ ഒരു കംപ്ലൈന്റ് പോലും കൊടുക്കാൻ അമൃതാനന്ദമയ്യ തയ്യാറായില്ല. അവിടെ നിപ്പുണ്ട് ഷെഫീന. അവിടെ നിപ്പുണ്ട് ഷെഫീന. നടേശൻ ഈ രാജ്യത്തുള്ള എല്ലാ എണ്ണത്തിനെയും കേസ് കൊടുക്കുക ഇല്ലാ വചനവും എല്ലാം ചെയ്യുന്ന നടേശനെതിരെ 40 വീഡിയോ എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പെറ്റീഷൻ അയാൾക്ക് എനിക്കെതിരെ കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ? ചെയ്യൂല. ശ്രദ്ധയപ്പെട്ടില്ലെന്നാണോ? ഇഷ്ടം പോലെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അയാൾ അതവിടെ പറഞ്ഞോട്ടെ, അത് പറഞ്ഞോണ്ട് പോയിക്കോട്ടെ. അതെന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ ഒരു രാഷ്ട്രീയ കക്ഷിയിലുമല്ല. ഞാൻ KYSന്റെ ആളല്ല. കേരള വിദ്യവാദിയല്ല. ഞാൻ എക്സ് മുസ്ലിം അല്ല. ഞാൻ ഒരു പൗരയാണ്. ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ്. ഒരു പ്രവാസിയായിരുന്നു. 22 വർഷത്തെ എന്റെ പ്രവാസം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു പ്രവാസിയായിരുന്നു. ഞാൻ പ്രൗഡാണ് അതിനകത്ത്. ഞാനൊരു ഇന്ത്യൻ നാഷണലാണ്. ഞാൻ പ്രൗഡാണ് അതിനകത്ത്. ഞാനൊരു പൗരയാണെന്ന നിലയിൽ എന്റെ പൗരത്വം എന്താണെന്നും എന്താണ് എന്റെ അവകാശങ്ങളെന്നും വ്യക്തമായ ബോധമുള്ള, വ്യക്തിബോധമുള്ള, നിലപാടുള്ള സ്ത്രീയാണ് ഞാൻ. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്.
പിന്നെ എനിക്കെതിരെ കൂട്ടായ്മയും ഉണക്ക സാമാനം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവർക്ക് സാമാനമില്ലെന്ന് ഷെബീന പറയും. തൻ്റെ ഇടത്തോടു കൂടി ഷെബീന നിൽക്കുന്ന കണ്ടില്ലേ, അന്തസ്സായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ. അതുപോലെ നില്ലടേ ഓപ്പോസിറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ശത്രുവാകാനും മിനിമം ക്വാളിറ്റി വേണം, എൻ്റെ ശത്രുവാകാനും മിനിമം യോഗ്യത വേണം. തൊട്ടവനെ ഞാൻ ചിരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ വിട്ടു എന്നല്ല, ഞാൻ നിനക്കുള്ള പണി അടിയിൽ കൂടെ തുടങ്ങിയെന്നാണ്. ഓപ്പൺ എയറിലല്ലേ പറയണത്. നിങ്ങൾക്ക് ചെയ്യാവുന്നത് ചെയ്യാം. മുല്ലപ്പൂവിനെയോ പിച്ചിപ്പൂവിനെയോ ഏത് പൂവിനെയോ നിങ്ങൾ സംരക്ഷിക്കും. പക്ഷേ മുല്ലപ്പൂവിനെ നേർക്ക് ഞാനൊരു നോട്ടം നോക്കുന്ന ദിവസം മുല്ലപ്പൂ ഇല്ലാണ്ടാകുന്ന ഒരു ദിവസമുണ്ട്. മനസ്സിലായോ? പറഞ്ഞതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അണ്ണുകിട കടുവട ഞാൻ മാറാൻ തയ്യാറല്ല. ഞാൻ ഉറച്ചു. തേപ്പുകാരി എന്ന് പറഞ്ഞാൽ തേപ്പുകാരിയാണ് അവൾ. കംപ്ലീറ്റില് കോർപ്പറേറ്റ് ലെവൽ സാധനമാണത്. കോർപ്പറേറ്റ് ലെവലായിട്ടുള്ള സാധനം അമരാവതി, ഫസ്റ്റ് ക്ലാസ് അമരാവതിയാണ് ആ കുട്ടി. കോർപ്പറേറ്റ് ലെവലാണ് അവള്. ചെറിയ വള്ളിക്കെട്ടൊന്നും എടുക്കത്തില്ല. 10 രൂപ 100 രൂപയ്ക്കൊന്നും പോകത്തില്ല. കോർപ്പറേറ്റ് ലെവൽ. ഡയമണ്ട് നെക്ലസും കൊണ്ട് ഒരാൾ പോയാൽ അന്ന് രാത്രി കൂടെ പോകും. അതാണ് ആള്. തർക്കം വേണ്ട. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. വരുന്ന കേസ് ഷെഫീനെ ഫേസ് ചെയ്യും. അത് ഞാൻ പ്രൂഫും ചെയ്യും. തെളിയിക്കൂന്നാ പറഞ്ഞേ. തെളിയിച്ചിട്ടേ മാറുള്ളൂ. ഈ ഒരു വിഷയത്തിൽ എന്റെ കൂടെ നിന്നവർക്കൊക്കെ ഞാൻ സൈലന്റ് ആയിരുന്നപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടിരുന്നു. ഈ മാതാമൃതാന്റെ വിഷയം എടുക്കാം. 6 ന്യൂസ് പേപ്പർ ഒരു ദിവസം മുഴുക്ക വെളുക്കുന്നത്. 9 മണി തൊട്ട് രാവിലെ 4:30 വരെ 6 ന്യൂസ് പേപ്പറിന്റെ സൈറ്റും ന്യൂസ് പേപ്പറും വെച്ച് 2 വീഡിയോയും TV-യും ഒക്കെ വെച്ച് എല്ലാം കൂടെ കുക്കിംഗ് ചെയ്യുന്ന സമയത്തും ഇതിനെപ്പറ്റി കേട്ട് ഒക്കെ മനസ്സിലാക്കിയിട്ട് എഡിറ്റിംഗ് ഇല്ലാതെ 53 മിനിറ്റ് ഇരുന്നാണ് ഞാനത് പറഞ്ഞത്. 53 മിനിറ്റ് ലൈവിൽ എഡിറ്റിംഗ് ഇല്ലാതെ ഞാൻ ആ സാരി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എഫർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. മിനിമം 1 വീക്ക് ടൈം എടുക്കും ഇപ്പോൾ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ. ഈ കാര്യം ഗ്രഹിച്ചാൽ മാത്രം പോരാ. ആരെങ്കിലും എഴുതിയിട്ട സാധനം ഗ്രഹിച്ചാൽ പോരാ, അന്വേഷിക്കണം. അത്രേ അന്വേഷിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ ബോധ്യമായ ക്ലിയർ എവിഡൻസ് ഉണ്ടോന്ന് ക്രോസ് വിസ്തരിച്ച ശേഷം മാത്രമാണ് ഞാൻ ആ സബ്ജക്റ്റ് എടുത്തത്. ഇതിൽ വരും വരായികൾ എന്താണെന്ന് കോടതി മുഖാന്തരം വക്കീലന്മാരോട് അവരുടെ അഡ്വൈസും കൂടെ എടുത്തിട്ടാണ് ഞാൻ ആ വീഡിയോസ് ചെയ്തിട്ടത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ എഫർട്ട് മനസ്സിലായോ? എന്റെ എഫർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എടേ പോയത് 3K വ്യൂ ആണ്. 3000 പേരാണ് അതിനകത്ത് കണ്ടത്. പക്ഷെ ഐ ആം ഹാപ്പി. വൺസ് ഇൻ എ വൈൽ അതവിടെ കിടക്കും, 4 പേര് കേൾക്കട്ടെ. അതായിരുന്നു എൻ്റെ പ്രതീക്ഷ. അതിലേക്കാണ് വെള്ളം കോരി ഒഴിച്ചത്. അത് ഞാൻ പൊറുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് പൊറുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവിടെയാണ് തെറ്റിയത്. ഞാൻ മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾക്ക് പാളീച്ച വന്നത്. ഞാൻ പ്രതികരിക്കുന്ന സ്ത്രീയാണെന്ന് ഇതുവരെ മനസ്സിലായില്ലേ? നീ ഒരു ചുക്കുമല്ല. നാളെ നിന്റെ മക്കൾ പോലും നിന്നെ തള്ളി പറയും. നിലപാട് കോപ്പാണ്. മോനെ ഒന്ന് ഇങ്ങോട്ട് വാടാ പ്ലീസ്. എടാ ഒരു ഉടുപ്പിട്ടിട്ട് വാ. വാ വാ വാ. അതിന് നീ എന്നെ മറുപടി പറ. നിലപാട് കോപ്പാണ്. അപ്പോൾ എൻ്റെ മോൻ വന്ന് പറയും. അന്തസ് എന്ത് അന്തസ്സാണെന്ന് നിനക്കറിയാം. നിനക്കെന്ത് അന്തസ്സാണുള്ളത്? എടമുറി അടമുറി സ്വന്തം സാമാനം മുറിച്ചപ്പോൾ പോലെ നിനക്കുണ്ടായിരുന്നാടാ? കുറെ നാളായല്ലോ നിനക്ക് പണി. നിനക്ക് കിട്ടിയ പണിയുണ്ടല്ലേടാ, ആശയമില്ലാത്തോണ്ടല്ലേടാ ഇത് മുറിച്ച് കളഞ്ഞത്. പാടാ ക്ലാസ് വാ കമ്മ സിറ്റ്. എനിക്കൊരു ചോദ്യം ചോദിക്കാൻ, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഡു യു ഫീൽ എനി ഷെയിം ദാറ്റ് ഐ ആം യുവർ മദർ? ആസ്ക് ഹിം. ഹി ഈസ് ഹിയർ ഓൺലി. കം ഓൺ. ഇംഗ്ലീഷ് എഴുതണമെന്നേ ഉള്ളൂ. ചോദിക്കും. അവന് നാണക്കേടുണ്ടോ എന്ന് ചോദിക്കും. അവൻ പറയട്ടെ. ഞാൻ ചെറുതിനെ കൊണ്ട് പറയിക്കണോടാ? വർക്ക് പ്ലേസിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അമ്മ പറയണതെല്ലാം നല്ലപോലെ ഇഷ്ടമാണ്. പറയണത് കാര്യമായിട്ടല്ലേ നിങ്ങളൊക്കെ അങ്ങനെ ചോദിക്കണത്? And I'm very proud of her. Ever since UAE ഇങ്ങനെ തന്നെയായിരുന്നു. ഇതിനെക്കാട്ടി ഇച്ചിരി കൂടി എന്താ എൻ്റെ പേര് കുറച്ചുകൂടെ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിരുന്നു. ഇവിടെ ഇപ്പോൾ ഇച്ചിരി ഓപ്പൺ ആയിട്ട് മറ്റേ ഈ സോഷ്യലായിട്ട്. അവിടെ എല്ലാം പ്രൈവറ്റ്ലിയാണ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഷീ വാസ് ഡൂയിങ് സോഷ്യൽ വർക്ക് ദെയർ ഓൾസോ. അവിടെയും എങ്ങനെ തന്നെയാണ്, ഇവിടെയും എങ്ങനെ തന്നെയാണ്. ഇറ്റ്സ് നോട്ട് മച്ച് ഡിഫറൻസ് എന്താണ്? ഇതേപോലെ ഭ്രാന്തന്മാരുണ്ട്. നമ്മുടെ ആർട്ടിക്കിൾസ് മറ്റുള്ളവരുടെ പേരിൽ അടിച്ചു വരുമ്പോ നമ്മൾ നോക്കി ഇരുന്നിട്ടുണ്ട്. പിന്നല്ല, അനോണിമസ് ആയിട്ടാണ് കൂടുതൽ ലെറ്റേഴ്സ് എല്ലാം എഴുതിയിട്ടുള്ളത്. മമ്മിക്ക് നല്ലപോലെ എഴുതാൻ അറിയാം. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ആൻഡ് അവർ പ്രിന്റ് ചെയ്യും. ബട്ട് ദർ ഇസ് നോ നെയിം ഫോർ അസ്. എല്ലാം അനോണിമസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലല്ലോ ചെയ്യണത്. വി ജസ്റ്റ് സീയിങ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട് റൈറ്റ് ആൻഡ് വി ആർ പബ്ലിഷിംഗ്. അത്രേ ഉള്ളൂ. വി ഡോണ്ട് റൈറ്റ് ഫോർ എവ്രി വൺ. എല്ലാവർക്കും വേണ്ടിയിട്ടൊന്നും എഴുതില്ല. തെറ്റായിട്ട് തോന്നുന്നത് നമ്മൾ വിളിച്ച് തന്നെ പറയാം. അത് അവിടെയും അങ്ങനെ തന്നെയാണ്, ഇവിടെയും അങ്ങനെ തന്നെയാണ്. ദർ ഇസ് നോ പോയിന്റ് ഇൻ ഫോളോയിങ് ദ ബാഡ് പാത്ത് ഓൾ ദ ടൈം. ഓക്കെ,
ഇപ്പൊ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തത്, അല്ലാതെ നമ്മൾ ഓപ്പൺ ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഏത് വീഡിയോസ് ആയിരുന്നാലും മമ്മിയുടെ വീഡിയോസ് ഏതായിരുന്നാലും ഇങ്ങോട്ടാണ് വന്ന് ഇത് ചെയ്തത്, ഇങ്ങോട്ടാണ് വന്ന് അറ്റാക്ക് ചെയ്തത്. അല്ലാതെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒരിക്കലും ഒരാളിനെയും ചുമ്മാ വെറുതെ ഒന്നും വിളിച്ചൊന്നും പറയത്തില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്താലേ അങ്ങോട്ട് പോയിട്ട് പറയുള്ളൂ. ഇത് പിന്നെ എത്ര പ്രാവശ്യം പറയാമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞോ. ബട്ട് സ്റ്റിൽ how many ever times do I have to repeat നിന്റെ it? ഫ്രണ്ട്സ് ആരെങ്കിലും നിന്നെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടോ? ഐ ആം റോങ്, ഐ ആം ഗുണ്ടി ഓർ സംതിങ്? ഓപ്പൺ ആയിട്ട് പറ. യു ഹാവ് ടു ടെൽ us ഓപ്പൺലി. No. Why would they insult? ഈവൻ സ്കൂളിലെ എക്സ്പീരിയൻസ്. See, സ്കൂളിൽ നിന്ന് കാര്യം തന്നെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആണെങ്കിലും കോളേജ് ആണെങ്കിലും സ്കൂൾ ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, if someone wants to get something done, call ഷെഫീന ആന്റി. ഇതാണ് അവരുടെ ഒരു ഉദ്ദേശം. പക്ഷെ മമ്മി അവിടെ വന്ന് ചേച്ചി എന്നാണ് വിളിക്കണം, അത് വേറെ. പക്ഷേ ബട്ട് സ്റ്റിൽ if someone wants to get something done, call your mother. She will come and she'll do it. It's better than calling our parents. അവരുടെ ഓൺ പാരൻസിനെ വിളിക്കണ കാട്ടിയും വൃത്തിയാണ് മമ്മീനെ വിളിക്കണമെന്നാണ് അവരുടെ ഒരു ഉദ്ദേശം. ദെൻ വാട്ട് എൽസ് ഡു യു വാണ്ട്? ഇനി എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആയിട്ട് വേണോ? You will know. ഇത് ഇത്രയും പറഞ്ഞതിൽ I think you get the idea that how much they respect her and how much they appreciate her for doing whatever she's doing. പ്രിൻസിപ്പളോ കൂടെ ഉള്ളവരോ അവരോ ഒരാൾ പോലും, ഞാൻ അവരുടെ അടുത്തുമ്പോൾ ഒരു പ്രസ്റ്റീജോ അല്ലെങ്കിൽ എനിക്ക് പിന്നെ സ്റ്റുഡൻസ് അസോസിയേഷന്റെ മറ്റേ സാധനം നിൽക്കണമെന്നോ പേരൻസ് അസോസിയേഷന്റെ ഇതിനകത്ത് ഒന്നുമല്ല. ഞാൻ ഇതിനകത്ത് മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് കിട്ടിയിരിക്കും. അത് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ല എന്റെ കുഞ്ഞുങ്ങൾ ഇന്നവരെ ഞാൻ ഇങ്ങനെ ഒരു സാധനമാണെന്ന് ഒരു തല കുമ്പിട്ട് നിന്നതായിട്ട് ചരിത്രമേ ഇല്ല. ചുമ്മാ ഇരുന്ന് ഞാൻ എന്നെ സ്കൂളിൽ എന്നെ സ്റ്റുഡന്റ് കൗൺസിലിനകത്ത് ചുമ്മാ കയറ്റിയതാണ്. എനിക്ക് എന്നെ പറഞ്ഞോട് എന്നെ അവിടെ കയറ്റിയത്. അപ്പോഴാണ് അവർ പറയുന്നത് എന്റെ മമ്മി ഇച്ചിരി നല്ലതാണ്, എന്തെങ്കിലും സാധിക്കണമെങ്കിൽ അമ്മേനെ വിളിക്കണം. അതാണ് നീ ഇവിടെ ഇരുന്നോ, നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അമ്മേനെ വിളിച്ചാൽ അവർ നടത്തിക്കും 100%. അത് എന്തെങ്കിലും മീൻസ് എന്തെങ്കിലും അവര് വേറെ ഫെസ്റ്റിവൽ വേണോ അല്ലെങ്കിൽ വാട്ട് എവർ നീഡ്സ് പ്രോബ്ലംസ് ആർ ദർ, എല്ലാത്തിനും സൊല്യൂഷൻസ് ആൻഡ് എവറിത്തിങ് ക്യാൻ ബി ഡൺ ത്രൂ മൈ മദർ. അത് ഒരു കാര്യം ലൈക്ക് ഇറ്റ് മേ ബി അങ്ങനെ തന്നെ ലൈക്ക് യു മൈറ്റ് തിങ്ക് ഇത് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊന്നുമില്ല. In full sense, my friends wholly respect her and I also respect her. It's not every day that you find a wonderful mother like her and like someone that I know. No mention. ഈ കുട്ടിയുടെ വേറെ സാധനം adoption. Oh, എത്ര ലെറ്റേഴ്സ് ആണെന്ന് അറിയോ? I was tired. I'm like, go back to your own parents. അവന്റെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ പ്ലീസ് അഡോപ്റ്റ് us എന്നാ പറയുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവന്റെ പ്രായത്തിലുള്ള ഇവന്റെ കൂട്ടുകാരൊക്കെ അത് പറയണമെന്നുണ്ടെങ്കിൽ ഐ ആം ഡാം ഷുവർ അബൌട്ട് ദാറ്റ് എന്റെ കുട്ടികൾക്ക് ഒരിക്കലും ഒരിടത്തും തലകുനിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയി നിന്നിട്ടില്ല. പിന്നെ കളതരങ്ങൾ പലർക്കും പറയാം. എന്റെ കുഞ്ഞുങ്ങളല്ലേ എൻഡ് ഓഫ് ദ ഡേ എന്നെ കാണുന്നത്, എന്റെ ഒപ്പം തന്നെ ഉണ്ടവര്. എന്തൊക്കെ പോകൃതരം ഞാൻ കാണിച്ചാൽ അവർക്കറിയാൻ പറ്റും ഏതൊക്കെ രീതിയിൽ ഞാൻ മോശപ്പെട്ട് നടക്കണുണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾ ഇനി ആരെന്ത് കഥ ഉരുട്ടി വിട്ടാലും അതെന്റെ ബ്രദേഴ്സിനും അറിയാം, എന്റെ മകനും അറിയാം. വേറെ ആരെ അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹവും ഇല്ല. അത് പറയുന്നവരോ അത് ഇഷ്ടം പോലെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മെഡിക്കൽ ടെസ്റ്റ് എടുക്കാൻ തയ്യാറായി നിൽക്കുന്നവൾ. അത് കൊണ്ടുവന്ന് വെക്കണം, തെളിവ് വെക്കണം. തെളിവില്ലാതെ പറയരുത്. അപ്പൊ അതിനകത്ത് ഡണ്ണായില്ലേ? നിന്റെ ഫ്രണ്ട്സ് ഇവിടെ വരാറുണ്ടല്ലോ, നിന്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സിന്റെ കാര്യം പറ, നിന്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സിന്റെ അവസ്ഥ പറ. അവരെല്ലാരും വേറെ സ്ഥലത്തില്ലേ? ഇപ്പൊ നീ പഠിപ്പിക്കാൻ പോകുന്നിടത്ത് അവരുടെ അഭിപ്രായം പറ. ദേ ആർ സെയിങ് ദാറ്റ് യുവർ മമ്മി എല്ലാരും സബ്സ്ക്രൈബേഴ്സ് ആണ്, അതറിയോ? everyone is subscribers. വേറെ എന്താണ് ഇതിനകത്ത് എക്സ്പ്ലനേഷൻ? ഞാൻ ഒന്നും ഫോഴ്സും ചെയ്തിട്ടില്ല. ലൈക്ക് വണ്ടർഫുൾ എന്ന് പറഞ്ഞിട്ട് അവര് തന്നെ വന്നിട്ട് ചോദിക്കുന്നതാണ്, അവര് തന്നെ വന്നിട്ട് സബ് ചെയ്യുന്നതാണ്. അല്ലാതെ ലൈക്ക് ഇറ്റ്സ് നോട്ട് മൈ ഇൻഫ്ലുവൻസ്. ഐ ഡോണ്ട് ഞാൻ പറഞ്ഞ പോലെ ദുബായിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെ, അതേപോലെ തന്നെ മമ്മി. ഇഫ് യു വാണ്ട് യു ക്യാൻ, ഇഫ് യു ഹാവ് എനി പ്രോബ്ലംസ് യു ക്യാൻ ടെൽ, we will try to solve it. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആൻഡ് റസീന എക്സ്പീരിയൻസ് ആയ ഒരു കാര്യം ഉണ്ട്. റസീന ഉണ്ടായിരുന്നു. ഞാൻ ആ റസീനയും കൂടെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആ യൂട്യൂബർ അല്ലേന്ന്. ഐ സെഡ് നോ, അല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഇത് കൊണ്ട് ഒരു പ്രിവിലേജും വേണ്ട. ഞാൻ എവിടെയും യൂട്യൂബർ കമാൻഡറാ ക്ലിക്കടാ, അതെന്റെ പരിപാടിയല്ല. അത് ഇതുവരെ ഞാൻ ചെയ്തിട്ടുമില്ല. സോ ഐ ആം ദയർ. എനിക്ക് ഇനി സെൽഫ് ബൂസ്റ്റിങ്ങിന് എന്നെ കൊണ്ട് ഒക്കത്തില്ല. എനിക്കൊരു ഐശ്വര്യം മനസ്സിലാവേ. കോപ്പറേറ്റിന്റെ കാര്യം എന്ന് പറയുന്നത് മറ്റേ ആളുടെ പേരെന്താണ്? പൃഥ്വിരാജ് മറ്റതിനൊക്കെ ഓപ്പൺലി കിടക്കുന്ന കണ്ടന്റ് വെച്ചിട്ട് യു ഹാവ് നോ ഷെയിം. ബ്യൂട്ടിഫുൾ ഗൈ യു ആർ. It's a content that is for public and yet you put strike and now you're complaining we are striking. Shame on you.
PT food. അവര് ചെയ്തിട്ട് കുഴപ്പമില്ല, നമ്മള് ചെയ്തപ്പോഴാണ് കുഴപ്പമില്ല. പബ്ലിക് കണ്ടന്റ് വെച്ചിട്ടാണ് അവര് പറയുന്നത്. അത് എന്താ മൂവി റിവ്യൂ ആണ് ചെയ്തത്, അതിനാണ് പോയിട്ട് കൊടുത്തിരിക്കുന്നത്. നോ ഷെയിം ദാറ്റ്. അതിന് ഇവരാണ് കമന്റ് ബാക്ക് ചെയ്തത്. ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ ചെയ്യൂല. ഈ ചാനൽ ഫേസ് ചെയ്യുന്നത് അവരെന്നെ, ചാനൽ അവരാണ് ഇത് ചെയ്യുന്നത്. ഈ സച്ചിൻ കേസ് ഇത് ഇല്ലാണ്ടായിപ്പോയാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ബിക്കോസ് ഐ എം ഗെറ്റിംഗ് പെയ്ഡ് ബൈ എൻ്റെ കഷ്ടപ്പാടിൽ ഞാൻ ഉണ്ടാക്കിയ വസ്തുവകകളിൽ നിന്ന് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ കാണാൻ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് അത്രത്തോളം ആയതുകൊണ്ട് ഞാൻ എൻ്റെ ആവുന്ന കാലത്ത് ഇഷ്ടം പോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സേവ് ചെയ്ത് വെച്ച സാധനങ്ങളുണ്ട്. എനിക്ക് അതിൽ നിന്ന് എന്തായാലും എൻ്റെ അന്നം മുട്ടി പോകത്തില്ല. അതും ഇവർ ശ്രമിച്ചിരുന്നു. വാടകയ്ക്ക് വിട്ടിരുന്ന വീട്ടിൽ നിന്ന് ആളുകളെ വെട്ടിക്കൊല്ലാൻ ആൾ വരും, അതുകൊണ്ട് നിങ്ങൾ മാറണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു നോട്ടീസ് പീരീഡ് പോലും തരാതെ അവർ ഇറങ്ങിപ്പോയൊരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യണമെങ്കിൽ പോലീസ് പെർമിഷൻ വേണമെന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മക്ക് ഇവിടെ വരാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ ബ്രദേഴ്സ് ആരും എൻ്റെ അടുത്ത് മിണ്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിലൊക്കെ മാറിയില്ലേ. കടൽ നീന്തി കയറിയവളാണ് ഞാൻ. ചെറിയ നദി കണ്ടാലൊന്നും പരിഗണത്തില്ല. പിന്നെ ഈ കൊച്ചിനെ വെച്ചിട്ടുള്ള കളികൾ വേണ്ട കേട്ടാ, നടക്കൂല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വെരി ബിഗിനിങ് എൻ്റെ കുട്ടികൾ എന്നോട് പറയും, മമ്മി സ്റ്റോപ്പ് ഇറ്റ്, വി ആർ ഗെറ്റിംഗ് ഷെയ്മഡ് ബൈ യുവർ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നിന്റെ നിലപാട് കൊണ്ട് ഞങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്, ഡോണ്ട് ഡു ദാറ്റ് എന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് മൊമെന്റ് അത് ഞാൻ നിർത്തും. അത് ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ എൻ്റെ കുട്ടികൾ ഇതുവരെയും പറഞ്ഞു നിങ്ങൾ കേട്ടില്ലല്ലോ, അവരെ കൊണ്ട് പറയിക്കാം. ആസ്ക് മൈ ബ്രദർ ടു ഡു സോ, എൻ്റെ ബ്രദേഴ്സിനെ കൊണ്ട് പറയിക്കാം. അവന്മാരവിടെ ഉണ്ട്, പോയി ചോദിക്കുക. പറകുന്നിലുണ്ട്, പോയി ചോദിക്കുക. എൻ്റെ ബ്രദേഴ്സ് ആണെന്ന് ചോദിച്ചാൽ എല്ലാണോ കൂടെ വന്നിട്ട് ഞാൻ ബ്രദർ അങ്ങനെ പറയല്ലാതെ അവരാരും ഞങ്ങൾ ബ്രദേഴ്സ് അല്ല, അവരല്ലേ ചോദിക്കല്ലേ എന്ന് പറയത്തില്ല. അവർ പറയും ദാറ്റ്സ് ഹെർ റൈറ്റ് എന്ന് പറയും. അങ്ങനെയുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. ഒരാളുടെ അവകാശം എന്താണെന്നും ഒരാളുടെ മൗലിക അവകാശം എന്താണെന്നും ഞാൻ കണ്ടു വളർന്ന എൻ്റെ അമ്മയിൽ നിന്നാണ്. അതെനിക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്. ഇപ്പോൾ വെറുതെ അതേ പക്ഷേ ഞാൻ പറഞ്ഞു തരാം, യൂട്യൂബർ ആണെന്ന്. ലൈല സിസ്, ഹായ് ജോയ് ബ്രോ. ഇവിടെ എന്തുവാ ശിവ സിസ്? ഇവിടെ ആകെ ഒരു ബഹളമാണല്ലോ, റിയൽ മൈൻഡ് ആകെ പ്രശ്നമാണല്ലോ. വാട്ട് ഹാപ്പൻഡ്? സോ ഒരു എക്സ്പ്ലനേഷൻ ആയില്ലേ. പിന്നെ ദയവ് ചെയ്തിട്ട് ആ ചൊറിക്കൂട്ടങ്ങളുടെ വായിരിക്കുന്നത് കേട്ടിട്ട് എന്നോട് ഒന്ന് ചോദിക്കരുത്. നിങ്ങൾക്ക് അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്ത് വന്നാലും, എന്ത് പ്രതിസന്ധി ഞാൻ ഫേസ് ചെയ്താലും, ഈവൻ ദേ ആർ ഗോയിങ് ടു കിൽ മീ, ഞാൻ അത് ഫേസ് ചെയ്യുന്നതിനപ്പുറം ഞാൻ ഒരാൾക്കും കോംപ്രമൈസ് ചെയ്ത് കൊടുക്കത്തില്ല. എന്തുകൊണ്ട് ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത വ്യക്തികളെ ഞാൻ ടാർഗറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടാർഗറ്റ് ചെയ്യും. റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫെയിമായ, ഇത്രയും പേരെടുത്ത് വെച്ച് അർമാദിക്കുന്ന ഒരു വ്യക്തിയെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നു എന്ന് ചോദിക്കാൻ പോലും നീയൊന്നും വായി തുറന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ 10K ആയാലും മതി, 2K ആയാലും മതി. നിങ്ങൾക്കറിയാമല്ലോ ഒരു ചാനൽ ഓപ്പൺ ചെയ്താൽ അത് കൊണ്ടെത്തിക്കാൻ എത്ര എഫർട്ട് ഉണ്ടെന്ന്. ആ എഫർട്ട് ഒരാൾ വെള്ളം കോരി ഒഴിക്കുമ്പോൾ നിങ്ങൾ സൈലന്റായി അതിന് വിറ്റ്നസ് ആയിട്ടുണ്ടെങ്കിൽ യു ആർ മിസ്റ്റേക്കൺ. ആ മിസ്റ്റേക്കിന്റെ പ്രതിഫലമാണ് സ്ട്രൈക്ക് എന്ന രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എൻ്റെ വീഡിയോ വെച്ച് ചെയ്തവർക്കെതിരെ എല്ലാം ഞാൻ സ്ട്രൈക്ക് മാത്രമല്ല കേസും കൊടുത്തിട്ടുണ്ട്. കേസിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല, അത് അത്ര സ്പീഡിൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി കിട്ടുന്നു. പക്ഷേ എന്തായാലും ജാമ്യം എടുക്കേണ്ടി വരും, കോടതിയിൽ പോകേണ്ടി വരും. അത് ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഗിഫ്റ്റാണ്. ഈ പറയുന്ന ഭയങ്കര സംഭവമുള്ളവന്മാർ 1% പോലും ഈ മാപ്പർഹിക്കുന്നവന്മാരല്ല, തെരുവ് ഗുണ്ടകളെക്കാൾ കേടുകെട്ടവന്മാരാണ്. അത്തരം തോന്നിവാസങ്ങൾ ഇനി അനുവദിക്കാൻ സൗകര്യമില്ല. നിങ്ങൾക്ക് തോന്നുന്ന ഒരു പ്രത്യേകതരം പ്രതിഷേധം മാത്രം അംഗീകരിക്കാൻ വയ്യ. മനസ്സിലായോ? സത്യം പറയുന്നവരെ, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരെ, അഭിപ്രായം കൃത്യമായി പറയുന്നവരെ ഒതുക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിനെ ഞാൻ സമ്മതിക്കില്ല എന്നാ പറഞ്ഞത്. ചേർന്ന് നിന്ന് ഒന്ന് കൊല്ലാൻ നോക്ക്, നടക്കുന്നറിയല്ലേ, കൊല്ലുകള് കീഴ്മേ ചിന്തിക്കേ. പനിയാണെങ്കിലും ചിന്തിക്കേ, ചിന്ത വേണം, ചിന്തിക്കേ. വാട്ട് യു സെൻഡ്? അല്ല, എന്തോ ഒരെണ്ണം നിന്റെ ഇത് കണ്ടു, ഞാൻ വിചാരിച്ചു എന്തോ ഒന്നാണെന്ന്.
students. നാളെ സാറ്റർഡേ ലീവാണ്. ഏ നാളെ സാറ്റർഡേ ലീവാണ്. On the working day of tomorrow. അതുകൊണ്ട് That means tomorrow 20th Saturday. Not your working day, so നാളെ വർക്കിംഗ് ഡേ അല്ല, ആ. ഫ്രീ. നിന്റെ കൂട്ടുകാരൻ വല്ലതും പറഞ്ഞ? എന്ത് ഇത്? ഞാൻ വന്നില്ലെന്ന്. ആ ശരി. ഇന്നലെ അവൻ വന്ന് എന്താ കമന്റ് പറഞ്ഞായിരുന്നു, പിന്നെ ഇവൻ ഭയങ്കര പിന്നെ കുസൃതിയാണ് എന്ന്. ആ ഭയങ്കര ഞോട്ടിയാണെന്ന്. ഞാനപ്പം പറഞ്ഞ് ഇവിടെയും ഞോട്ടിയാണെന്ന്. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി എന്തിനാ അവൻ പറഞ്ഞ് അത് പറഞ്ഞു, ഇനി എന്നെ അതും പറഞ്ഞിട്ട് അവൻ കളിയാക്കും എന്ന് പറഞ്ഞ്. ഞാനത് അത്രയും ഓർത്തില്ല. ഞാൻ പറഞ്ഞു ഇവൻ ഇവിടെ ഭയങ്കര ഞോട്ടിയാണെന്ന്. കുസൃതി കാണിച്ചിട്ടല്ലേ അവര് പറയണേ. That's correct. No nasty. മോന് ഷെയിം ഉണ്ടോ മമ്മിയാണെന്ന് പറയാൻ? ആ അവനും കൂടെ അറിയണ്ടേ. അവന്റെ ടീച്ചർ ഉൾപ്പെടെ എന്റെ സബ്സ്ക്രൈബർ. ടീച്ചർ ഉൾപ്പെടെ സബ്സ്ക്രൈബറാണ്. ഫ്രണ്ട് ഉൾപ്പെടെ അവന്റെ ഫ്രണ്ട് ഉൾപ്പെടെ എന്റെ സബ്സ്ക്രൈബർ. അതാണ് എന്തെങ്കിലും മലയാളം പോലും മനസ്സിലാവത്തില്ല. എന്നിട്ട് ചെയ്താ ഇങ്ങനെ കുട്ടികൾക്ക് ഷെയിമാ. കുട്ടികൾക്ക് എന്ത് ഷെയിം വരാതിരിക്കുന്നത്? ഒരു ഷെയിമും വരാനില്ല. അതിനല്ല ഞാൻ കഷ്ടപ്പെടുന്നത്. അവിടെ എന്നെ ഇറക്കൂ, പനി പകുതി കുറഞ്ഞു. ശരി ചിന്തിക്കടിയേ, അടി ചിന്തിക്കേ. നിനക്കെതിരെ അവിടെ ഒരുത്തം കിടന്ന് കോക്ക് വിളിക്കുന്നുണ്ട്. നീ ചിന്തിക്കേ. ഒരു പെറ്റീഷൻ കൊണ്ട് കൊടുക്കാൻ അടുത്ത് എത്ര വട്ടം പറഞ്ഞു. നീ ചിന്തിക്കടി. ഗ്രൂ അപ്പ് മാൻ, ഗ്രൂ അപ്പ്. പത്മിനി ഫർദീൻ അല്ല, ഇത് ഫർഹാനാണ്. ഫർഹാൻ, ഇവന്റെ പേര് ഫർഹാൻ എന്നാണ്. വെള്ളപ്പാറ്റ. ഇത് ഫർഹാൻ. പോയി കഴിക്കുക. ചലോ. അവിടെ എന്നെ ഏറി നിറക്കുവാൻ. ഹായ് വാസ്, സുഖല്ലേ? ഫുൾ സപ്പോർട്ട് മോനെ. ഹായ് ഷെഫീന സ, വണക്കം. രാജ്ഗോപാൽ രാജപുരം. ആരോഗ്യസ്ഥിതി എങ്ങനെ? സുഖമായി നടക്കാൻ സാധിക്കുന്നുണ്ടോ? എന്നും സുഖമായിരിക്കട്ടെ. ഇപ്പൊ കുറച്ച് പ്രോബ്ലമാണ്, ശരിയാവും. യു അമീർ ഖാൻ. ഹായ്, ഗുഡ് ഈവനിങ്. ഹായ് ഫർഹാൻ മോൻ. യാ ഫർഹാൻ. അവന്റെ പേര് ഫർഹാനാണ്. നിങ്ങൾ തമ്മിലൊരു ഇതുണ്ട്. അവന്റെ പേര് ഫർഹാൻ. അങ്കുദാദ. മൂത്ത മോനാണ് ഫർദീൻ. 4 ആമ്പുള്ളരെ അതിഭീകരമായി തേച്ച ഒരുത്തിയാണ് എൻ്റെ മോനെ കരിങ്കുരങ്ങെന്നും പറത്ത് ചാലുക്കാനെന്നും ഒക്കെ പേരിട്ടിരിക്കുന്നത്. എടി നീ സ്വപ്നം കാണണോടി അതുപോലെ ഒരു ചെറുക്കനെ കിട്ടാൻ. നീ സ്വപ്നത്തിൽ കണ്ടാലും നടക്കാത്ത കേസാണ്. നിനക്ക് വല്ല ഈ ടാങ്കോയിലൊക്കെ ഡാൻസ് കളിക്കുന്ന ഇതുപോലുള്ള നല്ല ഒന്നാം പടക്കപ്പുരകളിൽ പോകുന്നവന്മാരെ നിനക്ക് കിട്ടുള്ളൂ. ഇതുപോലെ ക്യാരക്ടറുള്ള ഒരെണ്ണത്തിനെ കിട്ടത്തില്ല. നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുക പോലും ചെയ്യല്ലേ, അതിനെയൊക്കെ കിട്ടുമെന്ന്. കഷ്ടം. ചേച്ചി 2 മക്കളാണോ? പഠിക്കുന്നുണ്ട്. 2 ആൺകുട്ടികളാണ്. 2 മക്കളേ ഉള്ളൂ എനിക്ക്. 2 ആൺമക്കളാണ്. 2 ആൺകുട്ടികളാണ്. അപ്പുറത്തെ സ്റ്റോറിയാണ്. ഒന്നും പറയാനില്ല. നത്തിങ് ടു സേ. ഷെഫീന സിസ്റ്റർ ഫുൾ സപ്പോർട്ട്. താങ്ക് യു ജോയ് ക്രിയേഷൻ. താങ്ക് യു. എല്ലാവരും ഉണ്ടല്ലോ. ഷെഫീന ചേച്ചി ഹായ്. ഷീബ പുലിക്കുട്ടി. ഷെഫീന ചേച്ചി താങ്ക് യു. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്ന തോന്നൽ ഒഴിവാക്കി നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കുന്നത് നമ്മുടെ ഇഷ്ടം. എക്സാക്ട്ലി ഷെഫീന മോൻ. സ്റ്റേ സ്ട്രോങ്. അമ്പിളി അല്ല, അയ്യോ എല്ലാവരും വന്നല്ലോ. അതാ പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബറാണെന്ന്. അത് അവള് പറഞ്ഞു ഞാൻ യൂട്യൂബറാണെന്ന്. ഞാൻ പറയാൻ പോയില്ല. അതെന്താണെന്ന് അറിയോ കുട്ടി, നീ ഇതല്ലേ ഫാമിലി വ്ളോഗർ അല്ലേ, നിനക്കത് പറയാം. ഞാനത് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, ആളുകളുടെ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് ചെയ്യുന്നതല്ല. അതുകൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത് കേട്ടോ. ചൂണ്ടയിൽ കൊത്തിയ കഥ. ബാക്കിയുള്ളവർ പറയുന്ന പടുകഥകൾക്കൊന്നും നിങ്ങൾ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുകയോ എൻ്റെ അടുത്തൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ പല സ്റ്റോറികൾ പലരും പറയും, പല കഥകളും പല രീതിയിലുള്ള സാമാനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വയ്ക്കും. ഇതുവരെ ഇല്ലാത്ത കഥകളൊന്നും നിങ്ങൾ കേൾക്കാത്ത ഒരു കഥയും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ഷെഫീന സിസ്റ്റർ മൂത്ത മോൻ്റെ പേരെന്താണ്? ഫർദീൻ.
എൻ്റെ സുഖമില്ലാത്ത കുഞ്ഞാണ്, പ്രാർത്ഥിക്കണം ചേച്ചി. ശ്രീജിത്ത ഗീത, തീർച്ചയായിട്ടും. കുഞ്ഞിക്കിളി ഇവിടെ കിടന്ന് ഹായ് കാണിക്കുക. ഹായ് 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 ഹായ്. കുഞ്ഞിക്കിളി ഭയങ്കര ഗുരുത്തകേടാണ്. എന്തൊരു ഗുരുത്തകേടാണ് കുഞ്ഞിക്കിളി. ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു എടി. അതങ്ങനെയാണല്ലോ, പാലം കിടക്കുള്ള നാരായണ, പാലം കിടന്നാ പിന്നെ ഗോരായണ, അതാണല്ലോ. നസീനാസി, ഞാൻ നിങ്ങളുടെ കുറേ കമൻസ് വായിച്ചിട്ടില്ല കേട്ടോ, ഞാൻ അത് കണ്ടില്ല. ആ സമയത്ത് നമ്മളത് വായിക്കാൻ പോയാൽ നമ്മുടെ ഇതങ്ങ് പോയി പോകുന്നുള്ളതാണ് കേട്ടോ. ചേച്ചി ഒരെണ്ണത്തിനെ വെറുതെ വിടരുത്, അവരൊക്കെ അത്രമാത്രം തേജോബോധം ചെയ്തിട്ടുണ്ട് ചേച്ചി, അത്രയേ ഉള്ളൂ. ആർക്കും ഒരു വിഷമവും വരേണ്ട കാര്യമില്ല. ഈ ഒരു വിഷയത്തിൽ ഒരാളെ ഞാൻ മിണ്ടാതിരിക്കത്തില്ല. എല്ലാവരും സേഫാണെന്ന് വിചാരിക്കേണ്ട. അൽത്ത് ഇജ്ജ് ഹൈഡ് ചെയ്താ നടക്കില്ല മോനെ. നിനക്ക് യൂട്യൂബിന്റെ സിസ്റ്റം അറിയത്തില്ലല്ലേ? ഹൈഡ് ചെയ്താലും കിട്ടും. അങ്ങനെ അതറിയത്തില്ലായിരുന്നല്ലേ? ഹൈഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇജ്ജ് അവിടെ ഇട്, അതല്ലേ ചോണ. എന്നെ നന്നാക്കാനായിട്ട് എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് മുഹമ്മദ് നബിയൊക്കെ വെച്ചങ്ങ് പറഞ്ഞതല്ലേ. അവ എന്തിനു ഹൈഡ് ചെയ്യണത്? കണ്ണാ അത് അവിടെ ഇടുകണ്ണ. എന്തായാലും മാനെ എന്തിനാ? അതുലിൻ്റെ വീഡിയോ കേട്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം തകർന്നു പോയി കേട്ടോ. എന്തുവാ നീ അതുല് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, മോനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എൻ്റെ കൊണയടി കേട്ടാ. എൻ്റെ മാപ്പ് എടുത്ത് ഗോപ്പിൽ വെക്കും. ഷെബീനക്ക് ഒരു ഗാപ്പും വേണ്ട, എൻ്റെ മാപ്പ് ഇവിടെ എടുക്കണില്ല, മനസ്സിലായ? റിയൽ മൈൻഡ്, സ്റ്റേ സ്ട്രോങ്. നോ, ഐ എം ഓക്കെ. ഷെഫീന സിസ്, ലൈല ഷെരീഫ്, ഹായ് ഷെഫീന ചേച്ചി, ഹായ്. സോഷ്യൽ റെസ്പോൺസിബിൾ വിഷയങ്ങൾക്ക് വളരെ നന്നായി പറയുന്നതല്ലേ. ഒരു ലാ ഡിഗ്രി കൂടെ എടുത്തൂടെ? വളരെ ഉപകരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഓൾറെഡി തന്നെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. 28 വക്കീലന്മാരെ നല്ല പരിചയമാണ്. ആൻഡ് നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ ചെയ്യും. പിന്നെ ഞാൻ ഇനി അവിടെ പോയി ടൈം വേസ്റ്റ് ആക്കണോ? ഓൾറെഡി എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ദേ ആർ ഡൂയിങ് ഇറ്റ് വെരി പെർഫെക്റ്റ്ലി, ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണില്ലെങ്കിലല്ലേ നമ്മളായിട്ട് അത് ചെയ്യണമെന്ന് തോന്നുള്ളൂ. നമ്മളവിടെ ചെന്ന് ഒരു കോളവയിൽ ആളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവർ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ പിന്നെ നമ്മളെന്തിനാ അത് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ആഭാസന്മാരെ പേടി സ്വപ്നമാണ് ഷെഫീന സിസ്റ്റർ. ബിഗ് സല്യൂട്ട് സിസ്റ്റർ. എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല, എന്ത് ഉണക്ക ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ആക്രമിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി, എൻ്റെ ചാനൽ പൂട്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. ആദ്യത്തെ സ്ട്രൈക്ക് തൊട്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻഫോർമേഷൻ തന്നു. അനങ്ങിയില്ലല്ലോ. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാനൊരു സോഷ്യൽ ഈവിളാണ്. അവളെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കണം. ആത്മാർത്ഥമായി അഭിമാനബോധത്തോടു കൂടി വന്ന് എത്ര പേര് വീഡിയോ ചെയ്തു. ഞാൻ ഇന്നലെയാണ് അതുലിൻ്റെ വീഡിയോ കാണുന്നത്. 2 കാലൊക്കെ പൊക്കി കാണിച്ച് ഒരു കുഴപ്പവുമില്ലാത്ത, ഞാനെന്തോ ഭയങ്കര വിശി കുഴപ്പം പിടിച്ചോളെന്ന് പറഞ്ഞാൽ നിനക്ക് എന്ത് മുഖമാണടാ ഉള്ളത് കള്ള ചെകുത്താനെ? നീ എത്ര മനുഷ്യത്വമില്ലാത്ത മലരാണടാ നീ ഇത്ര മോശമായിട്ട് പറഞ്ഞാടാ. സത്യമായിട്ട് നിനക്കെതിരെ പെറ്റീഷൻ കൊടുക്കുമ്പോൾ കണ്ണുനീര് കൊണ്ട് നനഞ്ഞിട്ട് പാടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വക്കീൽ എടുത്തു ചോദിച്ചതാണ്, നിനക്ക് അത്രയും ഇഷ്ടമാണെങ്കിൽ വേണ്ട എന്ന്. പക്ഷെ എനിക്കിപ്പോൾ ഒരു കുറ്റബോധമല്ല. നിന്നെയാണ് തീർക്കേണ്ടത്. നീയാണ് സോഷ്യൽ ഈവിള്, നീയാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ കൃമി എന്ന് പറയുന്നത്. നീയാണ് വിഷജന്തു, മനസ്സിലായ? മക്കളെ എൻ്റെ ഉമ്മച്ചീനെ വരെ എന്തടിസ്ഥാനത്തിൽ നീ മറ്റുള്ളവരുടെ ഉമ്മച്ചീനെ വിളിച്ചില്ലെന്ന്? ഇങ്ങോട്ടൊന്ന് വിളിച്ചാൽ അങ്ങോട്ട് വിളിക്കും. ഞാൻ അവന്മാരെ എന്ത് വിളിച്ചിട്ടാണ്? എൻ്റെ പെറ്റതള്ള മറ്റതാണെന്ന് പറഞ്ഞ അവന്മാരെ റിപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ ആരെങ്കിലും വിളിച്ചതായിട്ട്? എൻ്റെ ഉമ്മ മക്കളെ പോലും വിളിക്കാറില്ല, ഞങ്ങൾ അങ്ങോട്ടാണ് വിളിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ടാണ് എൻ്റെ ഉമ്മച്ചീനെ വിളിക്കുന്നത്. അവർക്ക് അതുപോലും ചെയ്യാനുള്ള വയ്യവർക്ക്, തീരെ വയ്യ. 55 വയസ്സുള്ള പാവ സാധു സ്ത്രീ നടക്കാൻ പോലും വയ്യാതെ ഒരിടത്തിരിക്കുന്ന അവരെയാണ് ഇവനെ വിളിച്ചവൻ്റെ ഇവനെ ചാപ്പാട് കഴിക്കാൻ വിളിച്ചെന്ന്. ചാപ്പാട് കഴിക്കാനായിട്ട് അവനെ അങ്ങോട്ട് വിളിച്ച് പേപ്പട്ടിയ വല്ല പൊഴുത്ത ജന്മത്തിനും ഉണ്ടായ നാറിയ. ആര് വിളിക്കാൻ? ഇവനെ അടച്ചതിൻ്റെ അകത്താരും കയറ്റരുത്. പേയാട് ഇവൻ ആരെന്നറിയാമോ? മഹാവൃത്തികെട്ടവനാണ്. ഇവന് ഏഷ്യാനെറ്റിലേക്ക് ഒരു ഷോയിലേക്ക് ഇവനെ കയറ്റണം എന്ന് പറഞ്ഞു. നിങ്ങൾ ആ ഷോ ഞാൻ പൊളിച്ച് ഞാൻ കയ്യിൽ തരും. തർക്കമേ വേണ്ട ഈ നാറിയെ കയറ്റിയാൽ. നിങ്ങൾ പണ്ടേ സ്ത്രീ വിരുദ്ധരാണെന്നും വെറും വാണസംഖികളാണെന്ന് തെളിയിച്ചതാണ് പറഞ്ഞ മറ്റേ നാറിയെ കയറ്റി നിങ്ങൾ ഗപ്പ് കൊടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായതാണ്. നിങ്ങൾ കയറ്റാൻ നിങ്ങൾ തീട്ട ചാനലാണെന്ന് തെളിയിക്കാൻ ഇത് മാത്രം മതി. ഈ നാറിയെ കയറ്റിയാൽ നിങ്ങൾ വെറും തീട്ട ചാനലാണ്. അപ്പോഴും നിങ്ങൾ പ്രതീക്ഷിച്ചോ ഇപ്പുറത്ത് ഞാനുണ്ടെന്ന്? ഞാൻ തനിച്ച് മതി എന്ന് മനസ്സിലായില്ലേ? ഞാൻ ഇപ്പുറത്തുണ്ട്, ഞാൻ തരാം, തിരിച്ച് ഞാൻ തന്നേക്കാം, അത് കറക്റ്റായിട്ട് തന്നേക്കാം. കുഞ്ഞിക്കിളി ഹായ് എനിക്ക് തരില്ലേ? ഒരു ഹായ് കൊടുത്തേരേ. സതീഷ് ബ്രോ, ജോയ് ക്രിയേഷൻസ്. അപ്പം ശരിയടെ, ഞാൻ പോവേണേ. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കുറേയധികം കാര്യം ഞാൻ മറന്നുപോയി. ആക്ച്വലി ഇന്നലത്തേക്ക് കുറേ എണ്ണം ഞാൻ ഡിലീറ്റ് ചെയ്തതിൻ്റെ കാരണം
ഒരാൾ വന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ മറുപടി പറയണം. എനിക്ക് ആ പോർഷൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇനി അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി തരത്തില്ല. ഒന്നാമത്തെ കാര്യം, ഹൂ ഈസ് ഹീ? അവൻ എന്നെ പറ്റി പറയാൻ അവൻ ആര്? ലെറ്റ് ഹിം ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ്. അവൻ പറയട്ടെ അവൻ ആരെന്ന്. ജഡ്ജിയോ എന്തെങ്കിലും ആണോ? അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലുണ്ടോ? ഒന്നുമില്ലല്ലോ. ഞാൻ ഒരാളെ പറ്റിച്ചതായിട്ടും ഒരാൾക്കെതിരെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തതായിട്ടും ഒരാളെ കൊന്നതായിട്ടും അല്ലെങ്കിൽ എൻ്റെ മകനോ ആരെങ്കിലും ബലാത്സംഗം ചെയ്തതായിട്ട് ഏതെങ്കിലും കുട്ടികളെ ഉപദ്രവിച്ചതായിട്ട് ഞങ്ങൾ കാരണം ഒരാൾ തൂങ്ങിച്ചത്തതായിട്ട് നിങ്ങൾക്ക് ഒരെണ്ണം കൊണ്ടുവന്ന് വെക്കാമോ? എങ്കിൽ ഞാൻ ഇതിന് മറുപടി പറയുന്നതിന് അതുണ്ട്. ഇങ്ങനെ യാതൊന്നും ഇല്ലാത്തടുത്ത് എന്തടിസ്ഥാനത്തിലാണ് എന്നെ നിങ്ങൾ വിചാരണ ചെയ്യുന്നത്? എനിക്ക് എത്ര ഭർത്താവ് ഉണ്ടെന്നുള്ളത് ഇവിടുത്തെ ഭയങ്കര വിഷയം. എൻ്റെ ഭർത്താവ് നിങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞോ എനിക്ക് എത്ര ഭർത്താവ് ഉണ്ടെന്നൊന്ന് ചോദിച്ചു പറയാൻ? എൻ്റെ എക്സ് ഹസ്ബൻഡ് ഒന്ന് പറഞ്ഞോ? ഇപ്പോഴുള്ള ആൾ പറഞ്ഞോ? എനിക്ക് എത്ര കാമുകന്മാരുണ്ടെന്ന് അവരാരെങ്കിലും ചോദിച്ചോ? എൻ്റെ ബ്രദർ പറഞ്ഞോ? ഇതെന്നെ റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് പറയുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ സ്റ്റോറീസ് പറയാനുള്ള പ്രതലം ഇതല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടെങ്കിൽ അത് ഞാൻ വന്ന് പറയാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. ഞാൻ ഒരാളുടെയും ഫാമിലി കയറി കളിച്ചില്ല. ഇപ്പോൾ ജിനുവിൻ്റെയൊക്കെ ഇഷ്യൂസിൽ അവൾ വീണയെ പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ അവൾക്ക് പിന്നെയും ചോദിക്കാനുള്ള എന്തെങ്കിലും ഒരു അധികാരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയാൽ തോന്നാം. പക്ഷെ എൻ്റെ അടുത്ത് ഇതൊന്നും ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ഞാൻ നിങ്ങളുടെ ആരുടെങ്കിലും കെട്ടിയവൻ അടിച്ചു മാറ്റിക്കൊണ്ട് വെച്ചിരിക്കുന്ന ഇല്ലല്ലോ. ഞങ്ങൾ വരുന്നുണ്ട് ചേച്ചി വിത്ത് സന്തോഷ വാർത്തയും. പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാരുടെയും കൂടെ ഗെറ്റ് ടുഗദർ നടത്തണം. എൻ്റെ എല്ലാ സിസ് ചേട്ടന്മാരും അമ്മമാരും. ഓക്കെ തീർച്ചയായിട്ടും ജിനു, തീർച്ചയായിട്ടും അതൊരു നമുക്ക് ജിനുവിൻ്റെ ഒരു പ്രോഗ്രാം കൂടെ ഫിക്സ് ചെയ്യാം. അതൊരു നല്ല പ്രോഗ്രാമാണ് കേട്ടോ. നമുക്ക് ഏറ്റവും അടുത്ത് എല്ലാവർക്കും ഏറ്റവും അടുത്ത് എവിടെയെന്ന് തോന്നുന്നു നമുക്ക് അവിടെ ഒരു ഗെറ്റ് ടുഗദർ വെക്കാം. എല്ലാവർക്കും കൂടെ കാണാം. ഓക്കെ, ഇവന്മാരെ ഞാൻ കൊണ്ടുവരത്തില്ല. ഇനി മോനോട് താടി മീശ ക്ലീൻ ഷേവ് ചെയ്യാൻ പറയൂ. ഫേക്ക് ഐ ഡി എന്ന് പറയുന്നതാണ്. അത് അവൻ്റെ സ്വാതന്ത്ര്യമല്ലേപ്പാ. നമുക്ക് അതിനകത്ത് എന്ത് പറയാൻ പറ്റും? ലെറ്റും അവൻ അതിനകത്ത് കംഫർട്ടാണെങ്കിൽ അവനത് ചെയ്തോട്ടെ. പ്ലീസ് വിയർ പ്ലാസ്റ്റിക് ബാഗ് നൗ. പ്ലീസ് വിയർ പ്ലാസ്റ്റിക് ബാഗ് നൗ. എന്തിനെ? കോംപ്രമൈസ് ചെയ്ത അൺസബ് ചെയ്യും. പടച്ചോനെ, ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ രീതി വൈകിയുടെ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാവും. കോംപ്രമൈസാ? നോ വേ. ആദ്യം തന്നെ നമ്മൾ എഴുതി കൊടുത്തുപോയി. അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു പോയി. നമ്മളായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യത്തില്ല. ഒരാളുടെ അടുത്തും കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യത്തില്ല. മേ ബി കേട്ടില്ല. പിന്നെ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഷെഫീന സീസ് ഫുൾ സപ്പോർട്ട്. താങ്ക് യു ചേച്ചി. വാവകൾ എന്ത് ചെയ്തേ? അവിടെ ഇരുന്നിട്ട് കമ്പ്യൂട്ടറിൽ നിറങ്ങുന്നുണ്ട്. കാണണോ? എന്നാ കണ്ട. അത് ഷെഫീന റസീന എത്ര കെട്ടി? ഇതാണ് ആഭ്യന്തര പ്രശ്നം. എക്സാക്ട്ലി റസി. അവർ എത്ര കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആഭ്യന്തര പ്രശ്നം. ഐ ആം ട്രൈങ് ടു മേക്ക് ദം മെയിൻ സ്ട്രീം ഫാഷൻ ആൻഡ് ഹോപ്പ് എവരി വൺ ട്രൈസ്. എന്തൊക്കെ എഴുതിയിടുന്നത് മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് മോർ ഫാഷനബിൾ ആൻഡ് കംഫർട്ട് ദാൻ യു തിങ്ക്. ഇറ്റ്സ് മോർ ഫാഷനബിൾ ആൻഡ് കംഫർട്ട് ദാൻ യു തിങ്ക്. അതൊക്കെ ഫറൂഖ് കേട്ടാണോ? പ്ലീസ് വിയർ നൗ. എന്തിനാണോ എന്തോ? എനിക്കറിയാം. തീർച്ചയായിട്ടും ഒരു നമുക്ക് ഗെറ്റ് ടുഗദർ വെക്കണമെന്ന് തീർച്ചയായിട്ടും ചെയ്യണം. എന്താണെന്നറിയാമോ? ഹായ് റസീസിസ് കുഞ്ഞിയുടെ ചിറ്റയാണ് കേട്ടോ. ഹായ്, കോഫി കുടിച്ചോ? ഇല്ല, ഇവന്മാർ കോഫി ഇട്ട് തന്നില്ല. ഗുഡ് ബിക്കോസ് വി ഓൾ ലവ് യു ദാറ്റ് മച്ച്. താങ്ക് യു. ഗെയിമിംഗ് എഡിഷൻ ഉണ്ടോ മക്കൾക്ക്? നോട്ട് ഗുഡ്. ഗെയിമിംഗ് എഡിഷൻ മക്കൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോട്ട് ഗുഡ്. അത് അവർക്ക് അങ്ങനെ ഒരു അഡിഷൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് മൈ പ്രോബ്ലം. ഐ ഹാവ് നോ ഇഷ്യൂസ് വിത്ത് ദാറ്റ്. ആർക്കും മാപ്പ് കൊടുക്കല്ലേ പ്ലീസ്. ഇത് മാപ്പിന്റെ കേസല്ലെന്ന് ഞാൻ അത് കേൾക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. പല പേക്കൂത്തുകളും കണ്ടിട്ട് അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ആക്രമിക്കപ്പെടുമ്പോൾ സൈലൻ്റായി ഇരുന്ന നിങ്ങൾക്ക് ഞാൻ തരുന്ന മറുപടി തിരിച്ച് നിങ്ങളെ ഞാൻ ആക്രമിക്കുന്നു. നോക്കാമല്ലോ എത്ര പേര് സപ്പോർട്ടിന് വരുമെന്ന്. നോക്ക്, നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, ഒന്നിച്ചല്ലേ. നിങ്ങൾ ഭയങ്കര യൂണിറ്റി ഉള്ള ആൾക്കാരല്ലേ. നോക്കട്ടെ, നിങ്ങളെല്ലാവരോടും ഒന്നിച്ച് നിൽക്കി കാണട്ടെ. ഗെറ്റ് ടുഗദർ എന്നെ വിളിക്കില്ലേ വീണെ? പിന്നില്ലാണ്ട് നീ ഇല്ലാണ്ട് എന്ത് ഗെറ്റ് ടുഗദർ? പനി മാറണം, അത് നിർബന്ധമാണ്. Will you ask anyone near you to wear them? What is their answer? നീ കൂടുതൽ കൊണക്കണ്ട പോ. ജിനു ചേട്ടാ, ഇനി പാട്ടൊക്കെ ഫുള്ളായി ഇടണേ. നന്നായി പാടുന്നുണ്ട്. അത് ഞാനും പറയാൻ ഉദ്ദേശിച്ചാണ്.
ഈ ചെറിയ ഇതായിട്ട് ഇടാതെ വീഡിയോ ആയിട്ട് ഒരു പാട്ട് ഫുള്ളായിട്ട് ഇട്ടൂടെ. നന്നായി പാടുന്നുണ്ട് കേട്ടോ, സൂപ്പർ സിംഗറാണ്, സൂപ്പർ. ആർക്കും മാപ്പ് കൊടുക്കുന്ന പരിപാടിയേ ഇല്ല, അങ്ങനെ ആരും എൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുക പോലും വേണ്ട കേട്ടോ. ഫുൾ സപ്പോർട്ട് ഷെഫീന ചേച്ചി, താങ്ക് യു സോ മച്ച്. കുറേ അധികം പേര് വന്ന് സപ്പോർട്ടിൻ്റെ ഇത് പറയുന്നതിന് അതിനെതിരെയൊക്കെ കുറേ പേര് പറയുന്നുണ്ടാണ്. എനിക്കൊരു പ്രോബ്ലം വന്നപ്പോൾ സൈലൻ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് നിന്നവരാരും തന്നെ ഇനി എന്നെ സഹായിക്കണമെന്നില്ല. എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, ഞാൻ ആരുടെയും ഹെൽപ്പ് സ്വീകരിക്കുന്നതല്ല, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് തന്നെ തുറന്നു പറയണം. എനിക്കറിയാം ഇത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലേ. ഇത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജും ഉണ്ട്. നിങ്ങൾ തനിച്ചാക്കപ്പെട്ടാൽ, നിങ്ങൾ ഇതുപോലെ ആക്രമിക്കപ്പെട്ടാൽ പതറരുത്, പിന്മാറരുത്. നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്താൽ അതിൻ്റെ ഉദ്ദേശം 2 അടി വേഗത്തിൽ നമ്മൾ മുന്നോട്ട് കുതിക്കണമെന്നുള്ളതാണ്. ഏതിനും സൊല്യൂഷൻ ഉണ്ട്. വേർ ദർ ഈസ് എ വിൽ ഓൾവേസ് ദർ ഈസ് എ വേ. സ്റ്റേ സ്ട്രോങ്. തല ഉയർത്തി പിടിച്ച് നിൽക്കാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്ക് ഉണ്ടാവണം. തെറ്റ് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ തല ഉയർന്നു തന്നെ ഇരിക്കണം, താഴ്ത്തി കൊടുക്കരുത് ഒരാളുടെ മുമ്പിൽ. അതിലും ഭേദം മരണം അത്രേ, അതിലും ഭേദം മരണം. 100 വർഷം ജീവിക്കാന്നല്ലേ ഉള്ളൂ, അതിനപ്പുറം നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം അത് കുറച്ച് മുമ്പേ പോകണമെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ, ഈസി. അന്തസ്സോടെ അഭിമാനബോധത്തോടെ ചത്തു പോകണം. എന്നാലും തോറ്റു കൊടുക്കരുത്, തല കുമ്പിട്ട് നിൽക്കരുത്. നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് തെറ്റ് ചെയ്യാതെ നിങ്ങളെ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ താന്നു കൊടുക്കരുത്, തോറ്റു കൊടുക്കരുത്. ഒരു കോംപ്രമൈസിനും ഒരാളെടുത്തും പോകരുത്. ദിസ് ഈസ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളാണ് ജീവിക്കേണ്ടത്, മറ്റുള്ളവരല്ല. നിങ്ങൾക്ക് ജീവിക്കണം, സ്വസ്ഥമായിരിക്കണം എന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ തന്നെ റിയാക്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയല്ല വേണ്ടത്. ഇപ്പം ഞാനല്ലേ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്, വേറെ ആരെങ്കിലും വെച്ചോ? എനിക്ക് വേണ്ടി ഞാനാണ് സംസാരിക്കുന്നത്. തെറ്റിദ്ധാരണാജനകമായി തെറി വിളിക്കുന്നവളെന്നൊരു ലേബലൈസേഷൻ തന്ന് ഒന്ന് ഒതുക്കി മൂലയെ കയറ്റി ഇരുത്താമെന്ന് വിചാരിച്ചാൽ നടക്കൂല. ഞാനാണ് ബ്രാൻഡ് എന്ന് ഞാൻ തെളിയിച്ചിട്ടേ പോവുള്ളൂ. ഞാനാണ് ബ്രാൻഡ്, ഞാനാണ് ബ്രാൻഡ്, പുറത്തുനിന്ന് ഒരാളല്ല. എൻ്റെ ചാനലിന് അവിസ്ഥ എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ചാനൽ ഇതുണ്ടാക്കി കൊണ്ടുവന്നത്. ഇത്രയും ഈ 100K തന്നെ വന്നതിൻ്റെ റീസൺ ഞാൻ ആരെയും ബൂസ്റ്റപ്പ് ചെയ്തിട്ടല്ല, ആരെയും സപ്പോർട്ട് ചെയ്തിട്ടല്ല. എവറിബഡി, എല്ലാ പൊളിറ്റീഷ്യനും, എല്ലാ മതവാദികളും എനിക്ക് അഗൻസ്റ്റ് ആയിരുന്നു. എല്ലാവരും എനിക്ക് അഗൻസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ആളെ ഇറക്കേണ്ടി വന്നില്ലേ, കൂലിപ്പട ഇറക്കേണ്ടി വന്നില്ലേ കമൻറ്റിന്? എനിക്ക് അതിന് പോലും ആവശ്യമില്ലായിരുന്നു. എനിക്ക് ആരും എവിടെയും പോയി കമൻറ്റ് ഇടണ്ട. ഒരു വീഡിയോ കാണുമ്പോൾ അതിനകത്തെ കമൻറ്റ്സ് നോക്കിയിട്ട് നിങ്ങൾ പ്രതികരിക്കരുത്. ലുക്ക് അറ്റ് ദ വീഡിയോ വെരി പ്രോപ്പർലി, കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക, അനലൈസ് ചെയ്യുക, അബ്സോർബ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് പറയുക. അതിനെയാണ് വിമർശനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വീഡിയോ കണ്ടാൽ അതിൻ്റെ താഴെ വരുന്ന കമൻസ് മുഴുക്ക റോങ് ആണെങ്കിൽ ആ വീഡിയോയെ റോങ് ആയിട്ട് എടുക്കരുത്. അതിൻ്റെ താഴെ വരുന്ന വെരി ഗുഡ് ആണെങ്കിൽ പോലും അതിനെ ഗുഡായിട്ട് എടുക്കരുത്. തിങ്ക് ഇൻ നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഇതിൽ നോക്കുക, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആ വീഡിയോയെ നിങ്ങൾ അനലൈസ് ചെയ്യുക. ദെൻ മറുപടി പറയുക. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുക. പറഞ്ഞിട്ട് എന്ത് കോൺസിക്വൻസ് വന്നാലും ഫേസ് ഇറ്റ്. അതുകൊണ്ട് പറയുന്നതിന് മുമ്പ് ശരിക്കും ആലോചിച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാം ചിന്തിച്ചിട്ട് കൃത്യമായി പറയുക, ഫേസ് ചെയ്യുക. റിയാക്ട് ചെയ്യുന്നതിൽ ഡിലീറ്റ് ചെയ്യരുത് ഒരു കാരണവശാലും. ഇപ്പം ഷെഫീനയെ പറ്റി നിങ്ങൾക്കൊന്ന് പറയണമെന്ന് തോന്നിയാൽ അത് പറയാം. ഞാൻ എൻ്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞവരോടൊക്കെ തന്നെ അവരൊക്കെ എൻ്റെ അടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിച്ച കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ഞാൻ ആഗ്രഹിച്ചത് എന്താണെന്നറിയാമോ? ചേച്ചി കുറേ അധികം ആളുകൾ എടുത്തു വെച്ച് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി യു ആർ റോങ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഞാനത് അക്സെപ്റ്റ് ചെയ്തേനെ. പകരം എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ? എല്ലാവരും ഒക്കെ പറഞ്ഞു ചേച്ചി, നമ്മളുടെ അടുത്തും കൂടെ നിർബന്ധിച്ച് നല്ല വ്യൂ റീച്ചും കിട്ടുമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വെച്ച് ചെയ്തു. ആ പേഴ്സൺ ജെന്യൂൻ ആണോ? അവൻ വിമർശകനാണോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു വിമർശകനെ വേണോ? നിങ്ങൾ എന്നെ ആലോചിച്ച് പറഞ്ഞാണ്. അങ്ങനെ ഒരു വിമർശകനെയാണോ പൊതുജനം ആഗ്രഹിക്കുന്നത്? രണ്ട് തട്ടിലും നിൽക്കാതെ ജെന്യുവിനായി വിമർശിക്കുന്ന മനുഷ്യരല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അങ്ങനെ വിമർശിക്കുന്നവരെ ഞാൻ വിട്ടിട്ടുണ്ട്. ഈ സ്ട്രൈക്ക്, എന്നിൽ നിന്ന് സ്ട്രൈക്ക് കിട്ടാതെ നിലനിൽക്കുന്നവരൊക്കെ തന്നെ ജെന്യുവിനാണെന്നർത്ഥം. സ്ട്രോങ് ആയിട്ട് അവർ നിൽക്കുന്നുണ്ട്. ഇനി ഈ സ്ട്രൈക്ക് കൊടുക്കാൻ സാധിക്കാത്ത കുറേ എണ്ണത്തിന് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാനത് റിവീൽ ചെയ്യും. നമ്പേഴ്സ് എത്രയെന്ന് ഞാൻ ഇപ്പം തന്നെ പറയാം. ഒരു മിനിമം നമ്പർ 10 above ആണ്. 10ന് മുകളിൽ ആൾക്കാർക്കെതിരെ ഞാൻ കോടതി മുഖാന്തരം പോയിട്ടുണ്ട്. അപ്പോൾ അവരെയും ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് പറഞ്ഞു തരും. സോ ഓൾ ദാറ്റ് നമ്പേഴ്സ് യു ക്യാൻ കളക്ട് ആൻഡ് യു ക്യാൻ ഹാവ് ഇറ്റ്. നമുക്ക് ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാക്കുന്ന ഒരു മീഡിയ തന്നെയാണ് യൂട്യൂബ്. പക്ഷെ അതൊരുത്തൻ്റെ ചോരയും ഛർദിയും തീട്ടവും തിന്നിട്ടായിരിക്കരുത്. ഞാൻ ബഷീർ എന്ന് പറയുന്ന ആളിനെതിരെ, പശുവിനെതിരെ ഞാൻ പറഞ്ഞതും അതൊരു സോഷ്യൽ ഈവിളാണ്. യെസ്, ഹി ഈസ് എ സോഷ്യൽ ഈവിൾ. വൈ? ബിക്കോസ് എന്ത് മെസ്സേജ് ആണ് 2 പെൺകുട്ടികളെ വെച്ച് അവൻ സമൂഹത്തിന് കൊടുക്കുന്നത്?
പൊതുസമൂഹത്തിന് എന്ത് മെസ്സേജാണ് അവൻ കൊടുക്കുന്നത്? 2 പെണ്ണുങ്ങളെ വെച്ച് കൂത്താട്ട് കാണിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഒരു തോന്നിവാസമാണ് അവൻ കാണിക്കുന്നത്. ആൻഡ് ദേ ആർ നോട്ട് ട്വിൻസ്, ദേ ആർ നോട്ട് ഫ്രണ്ട്സ്. ഒന്നും അല്ലാത്തടത്ത് എന്ത് സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള സാധനമാണ് അവൻ കാണിക്കുന്നത്. ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കാനുള്ള മര്യാദ അപ്പുറത്തുള്ളവർക്ക് ഉണ്ടാക്കണം. മിണ്ടരുത്. കാരണം ഞാൻ പറയണത് കറക്റ്റ് അല്ലേ? മിണ്ടാതിരുന്നൂടെ? പകരം എന്നെ അറ്റാക്ക് ചെയ്യുന്നതാണോ രീതി? ക്ലബ് ഹൗസിൽ നിന്ന് തുടങ്ങി അത് ഇവിടെയും എത്തി. അതെ, ക്ലബ് ഹൗസിൽ ഇത് തന്നെ ആയിരുന്നല്ലേ? ക്ലബ് ഹൗസിൽ ഇതായിരുന്നു ഒരേ സമയം 9 ക്ലബ്ബ്. തെറിവിളി, പെണ്ണുങ്ങളെ ആക്രമിക്കുന്നതിൻ്റെ ഒരു പരിധി ഉണ്ടായിരുന്നില്ല. ക്ലബ് ഹൗസിൽ ഞാൻ തുടങ്ങിയ സമയത്ത് എല്ലാവരും കൂടെ വന്നിട്ട് എന്നെ ഒറ്റപ്പെടുത്തണം. എനിക്ക് തിട്ടൂരവാ. ആരാ? വല്യാപ്പ, ലിയാക്കത്ത്, തിട്ടൂരം. ഷെഫീനയെ കയറ്റരുത്, ഷെഫീന ഇരിക്കുന്ന മീഡിയത്തിൽ പോയി സംസാരിക്കരുത്. ഷെഫീന ഒറ്റയ്ക്ക് ഒരു ക്ലബ്ബം കിട്ടും, അവിടെ കുത്തിക്കൊണ്ടങ്ങിരുന്നു. ആരും വരണ്ട. ഷെഫീന തനിച്ചിരുന്ന് വർത്താനം പറയും. ഷെഫീന പറഞ്ഞപ്പോൾ ആള് വന്നു കാണാൻ. ഷെഫീന ഇന്നും വീഡിയോ ഇട്ടാൽ അല്ലെങ്കിൽ ക്ലബ്ബിൽ ഒരു റൂം ഇട്ടാൽ ആള് 100-ന് മേളിൽ വരും, കാണും, കേൾക്കും. അവർക്ക് കേൾക്കാനുള്ളത് ഞാൻ പറയുന്നുണ്ട്, അത് കേൾക്കും. തോറ്റതാരാ? അപ്പുറത്ത് നിന്ന ഗോഷ്ഠികളാ. പരസ്പരം കുറെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ആ ചേട്ട പറ, തെറി വിളിക്കരുത്, മിണ്ടരുത്, സംസാരിക്കുക, പറ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നവന്മാർക്ക് മുറ്റുപുള്ളിയായിരുന്നു ഷെഫീന. പിന്നെ നോക്കുമ്പോൾ തെറി വിളി. അപ്പുറത്ത് മുണിക്കോയാള് ക്ലബിട്ട് തെറി വിളി, മുണി തെറി. പിന്നെ വേറൊരു കൂട്ടായ്മ പെണ്ണുങ്ങളെ ഹണി ട്രാപ്പിലേക്ക് കൊണ്ടുപോവുക, പിടിയാലെ കൊണ്ടുപോയി അവന്മാർക്ക് ഇഷ്ടമുള്ള ചെയ്യുക, പൈസ വാങ്ങി മുങ്ങുക. കുറെ കുൽസിതം ഉണ്ടായിരുന്നു. വെളുപ്പിച്ചിട്ട് ഇറങ്ങി അവിടുന്ന്, വൃത്തിയാക്കി തൂത്തുവാരി തളിച്ചിട്ട് ചാണകവെള്ളം കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അത് ഇനി തിരിച്ചൊരു പോക്കണ്ട. ഒരാഴ്ച സമയമുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഐ എം റിട്ടേണിങ് ടു ദം, ഐ എം ഗോയിങ് ബാക്ക്. അപ്പം അവിടെ വീണ്ടും തുടങ്ങാം. പുതിയൊരു നമ്പരും എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഞാൻ. പഴയതെല്ലാം ദൂരെ കളഞ്ഞിട്ട് പുതിയ നമ്പറിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ എന്തായിരുന്നു കൂത്തുകൾ? ഇനി അത് ഇവിടെയുണ്ട്. വിടൂന്ന് വിചാരിക്കേണ്ട. ഇവിടെ അത് തീർച്ചയായിട്ടും അതിന് മറുപടിയുണ്ട്. ഞാൻ കുറേ കാലമായിട്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ്, എൻ്റെ വഴി തനി വഴിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമേ കണ്ടാൽ മതി. ഇവിടെ ഒരു കമ്പൽഷനും ഇല്ല. വേണമെന്നുള്ളവർ വന്നാൽ മതി, ഒരു നിർബന്ധവും ഇല്ലെന്ന് ഒരു 108 വട്ടം പറഞ്ഞതാണ്. പിന്നെ ഇവിടെ വന്നിരുന്ന് വായും കയറി ഇരുന്ന് പോക്കൃത്തരവും പന്നാവരാതോ എഴുതി വെക്കുന്നത് കണ്ട് മിണ്ടാതിരിക്കണോ? സഹിച്ച് മിണ്ടാതിരിക്കണോ? എന്തടിസ്ഥാനത്തിൽ? ഈ ഷെഫീന 4 കെട്ടി. ഷെഫീനയുടെ കൊച്ചിൻ്റെ അച്ഛൻ, ആദ്യത്തെ അച്ഛൻ വേറെ, 2ാമത്തെ കൊച്ചിൻ്റെ അച്ഛൻ വേറെ, 3ാമതൊരു കൊച്ചുണ്ട്. അതിനെ രഹസ്യമായിട്ട് വളർത്തുന്നു. 2 പിള്ളേരെ വളർത്താൻ പറ്റുമെങ്കിൽ 3ാമതൊരു കൊച്ചിനെയും കൂടെ വളർത്താൻ ഒരു വടിയുമില്ല. എന്തിനാണ്? നാട്ടിലിറങ്ങി അന്വേഷിച്ചപ്പോൾ പല മോശപ്പെട്ട കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. ഞാൻ അതങ്ങ് വിടുന്നു. നീ തൊലിക്കും. നീ അത് അറിഞ്ഞിട്ട് നീ എന്നെ അങ്ങ് മൂക്കി കീഹി. ഞാൻ പേടിച്ച്. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അതുലാണ്. നിന്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നത് എന്താണെന്ന് അറിയാമോടാ? എടാ, നമ്മൾ അമ്മമാർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കണം. ഈ അമ്മമാർ പലരോടൊപ്പം പോയി ഉണ്ടാക്കിയാൽ ഇങ്ങനത്തെ ക്യാരക്ടർ മക്കൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു വാക്കേ പറയുള്ളൂ, ആ വാക്കിൽ ഉറച്ചു നിൽക്കണം. ഞാൻ പബ്ലിക് വേസ്റ്റ് ആണെന്നും ഞാനൊരു പൊതുശല്യമാണെന്നും ഞാനൊരു ലോക ദുരന്തമാണെന്നും എനിക്ക് കാലുണ്ടെന്ന് കാലുയർത്തിക്കൊണ്ട് എന്നെ പറഞ്ഞിട്ട് നീ എന്തടിസ്ഥാനത്തിലാണ് റസിയെ വിളിച്ചിട്ട് കോംപ്രമൈസ് സംസാരിച്ചേ? എനിക്കൊരു മിസ് കോൾ അവൻ വിട്ടിരുന്നു. ഞാൻ എൻ്റെ മിസ് കോൾ കണ്ടിരുന്നു. ഞാൻ എടുത്തില്ല എന്നുള്ളതിന് വാസ്തവം തന്നെയാണ്. എനിക്ക് ഇവൻ്റെ അടുത്തൊന്നും സംസാരിക്കാനില്ല. എന്ത് കോംപ്രമൈസ്? ഇവ ഇതിന് മുമ്പ് തനൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തു. അതിനുശേഷം അതിന് മറുപടിയായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. ഉടനെ എന്നെ വിളിച്ചിട്ട് തനൂജയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു വീഡിയോ ചെയ്തു. ഞാനും വീഡിയോ ചെയ്തു എന്ന് തോന്നുന്നു. എന്താണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ എന്നോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇവ എന്നെ വിളിച്ചു. ചേച്ചി, ഞാൻ പിന്നെ ത്രിശങ്കു സ്വർഗത്തിലാണെന്നാ, ഞാൻ 2 ആയിപ്പോയെന്നാ, ഞാൻ വല്ലാതെ പ്രതിസന്ധി ഘട്ടത്തിലാണെന്നാ, എന്തോ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ കരുതി മുനു ആപ്പിൾ ചെത്തിയെടുക്കാം. തീർന്നോ? ഡപ്പയിലുണ്ട്. അത് പറഞ്ഞിരുന്നു. ആ കാര്യം പറഞ്ഞതിനാണ് ഈ പറഞ്ഞ രീതിയിൽ ഈ തനുജയെ എതിരെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന പോലെയാണ് അവൻ വീഡിയോസ് ചെയ്യും. ഇനി തനുജയെ എതിരെയാണ് എന്ന് തോന്നിപ്പിക്കും. അവൻ അതെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. പക്ഷെ ആ കാര്യം പറഞ്ഞതിന് ശേഷമാണ് അവൻ പറഞ്ഞത്, ഞാൻ ആ സ്ത്രീയുടെ അടുത്ത് മാപ്പൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കങ്ങനെ അവരുടെ അടുത്ത് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഇവൻ ഉറപ്പിച്ച് പറഞ്ഞിട്ട് പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവൻ വീണ്ടും എനിക്കെതിരെ വീഡിയോ ചെയ്തത്? വീണ്ടും തുടരെ നല്ല സുഖം ഉണ്ടായിരുന്നു, നല്ല റീച്ച് ഉണ്ടായിരുന്നു. ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ കാണാനേ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ അത് കേൾക്കാനേ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് കേൾക്കാനേ പോയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പം നീ എന്ത് അടിസ്ഥാനത്തിലാണ് റസീനയെ വിളിച്ചിട്ട് കോംപ്രമൈസിന് സംസാരിക്കണമെന്ന് പറയണേ?
അല്ലാന്നുണ്ടെങ്കിൽ മാപ്പ് പറയണമെന്ന് പറയണത്. റസീന എന്തിനാ റസീന അവൻ്റെ കൂടെ സംസാരിക്കുന്നത്? എനിക്കിപ്പോഴും നിന്നെ മനസ്സിലാവുന്നില്ല. വൈ യു ആർ ടോക്കിംഗ് ടു ഹിം? എന്തടിസ്ഥാനത്തിലാണ്? അത് കള്ളക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിലേക്ക് ഏറ്റവും വിഷമെന്ന് പറയാനുള്ളത് ഇവനാണ്, അതുലാണ്. കാരണം അവനാണ് കൈസിനെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചെന്ന് അവൻ എൻ്റെ അടുത്ത് വോയിസ് തന്നതാണ്. അവൻ പറഞ്ഞിട്ടുണ്ട്, കൈസിനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ഞാനാണ്, ഇങ്ങനൊരു വീഡിയോ ഉണ്ട് എടുക്കടാ എന്ന് പറഞ്ഞു. അപ്പം ഒരു സ്ത്രീയെ അപഹേളിക്കാവുന്നതിൻ്റെ മാക്സിമം അപഹേളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യസമേതം എടുത്താണ്. ഇനി അവൻ്റെ അടുത്ത് വെട്ടൽ വീരൻ്റെ അടുത്ത്, മോനെ വെട്ടൽ വീര, 100K, 130K, 300K, 400K, 500K സുഖം ഉണ്ടായിരുന്നല്ലേ? തകർത്തങ്ങ് ചെയ്തല്ലേ? നല്ല സുഖം ഉണ്ടായിരുന്നല്ലേ? അതിന് ഇങ്ങനെയൊരു വശവും കൂടെ ഉണ്ട്, ഇങ്ങനെയൊരു വശവും കൂടെ ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അവൻ കബീഷ് നിന്നെ രക്ഷിക്കുമെന്ന്. ഓൾ ദ ബെസ്റ്റ്. കബീഷ് നിന്നെ രക്ഷിക്കും, തീർച്ചയായിട്ടും രക്ഷിക്കും. നീ പ്രിയയെ തൊട്ടു, ഞാൻ നിന്നെ തൊട്ടു, അത്രയേ ഉള്ളൂ. ജെന്യുവിനായിരുന്നു അത്. പ്രിയെ നീ തൊട്ടു, ഞാൻ നിന്നെ തൊട്ടു. പിന്നെ എന്തായിരുന്നു? കശലം പുശലം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവനെ സഹായിക്കണം. ഹീ ഈസ് ഇൻ എ ബിഗ് ട്രാപ്പ്. മുല്ലപ്പൂവിൻ്റെ ഹണി ട്രാപ്പിൽ യു ആർ ഇൻ എ വെരി ബിഗ് ട്രാപ്പ് എന്ന് പറഞ്ഞു. ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സപ്പോർട്ട് ചെയ്തു. നിന്റെ ട്രാപ്പിൽ നിന്ന് നിന്നെ മുക്തി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടു. അതിന് ഞാൻ നേരിടേണ്ടി വന്നത് സൈബർ അറ്റാക്ക് മറ്റുള്ളവരിൽ നിന്ന് നേരിട്ടാൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. നീയും മോനെ, നീയും വെട്ടൽ വീര, നീയും. അപ്പൊ പിന്നെ നിനക്ക് ഞാൻ തരണ്ടേടാ പണി. മിണ്ടായിരുന്ന കൊള്ളാമോ? ഹസ്ബൻഡിനോട് പിന്നെ വിളിക്കാൻ പറഞ്ഞു, ഇത്തയുടെ ലൈവ് കാണുവാണെന്ന് പ്ലീസ്. അല്ല പിന്നെ എൻ്റെ പൊന്ന് വെച്ചേ, എന്താ ഇത്ത നേരെ വൈകിട്ടുണ്ടാവും കുട്ടി. ഞാനിപ്പം ഒരു വീഡിയോ കണ്ടതിൻ്റെ സ്പീഡിൽ വന്ന് പറഞ്ഞത്. ഞാൻ രാവിലെ തൊട്ട് എഴുന്നേറ്റിരിക്കുകയാണ്, രാവിലെ തൊട്ട് ഇവിടെ ഇരുന്നിട്ട് ചക്രം വലിക്കുകയാണ്. പക്ഷെ എന്നെ കൊണ്ടത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മോൻ വന്നിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ അവൻ ഇന്ന് കുറച്ച് ഹാഫ് ഡേ ലീവ് എടുത്ത് ഇനി പോകുന്നിരുന്നു. അപ്പം കൊച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഇതായി. അപ്പോഴും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ 2-3 വീഡിയോസ് ഇങ്ങനെ നോക്കിയിട്ട് പറയണം എന്ന് വെച്ചിട്ട് ഇത് ഈ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അതാണ് സത്യം. ഒന്നാമത്തെ കാര്യം, എനിക്കിങ്ങനെ റെഗുലർ കോൾ വരുന്നു, ഓരോരുത്തരുടെ റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പം എനിക്ക് അവരോടൊക്കെയുള്ള മറുപടി, പ്ലീസ് എന്നെ കോൾ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, വിളിക്കണ്ട, ക്ഷമിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് സേഫ് സോണിലാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവർക്കും കൂടെ ഉള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ തരുന്നത്. നിങ്ങൾ ആരും സേഫ് അല്ല. ഞാൻ മാത്രമല്ല, എൻ്റെ ഫോട്ടോ വെച്ചത് കൊണ്ട് മാത്രമല്ല, നിങ്ങൾ വേദനിപ്പിച്ച, നിങ്ങൾ ഉപദ്രവിച്ച കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്ന് സഹായം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവർ ആണ് ഇനിയുള്ളത് നിങ്ങൾക്ക് തരുന്നത്. എൻ്റെ റോള് കഴിഞ്ഞു, എൻ്റെ പാർട്ട് ഫിനിഷായി. നിങ്ങൾ മറച്ചിട്ടും നിങ്ങൾ ഹൈഡ് ചെയ്തിട്ടും പ്രൈവറ്റ് ആക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ പാർട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തരാൻ പോകുന്ന മറ്റവരാണ്, അവരുടെ വക വേറെയുണ്ട്. ആലോചിക്ക്, ചിന്തിക്കേ, ശരിക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചിന്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചിന്തിച്ചു നോക്ക്. ആർക്കൊക്കെ നിങ്ങൾ പണി കൊടുത്തു, അന്യായമായി അഭാണ്ഡമായി പഴി ചുമത്തി എത്ര പേരെ നിങ്ങൾ കരയിച്ചു, എത്ര പേർക്ക് നിങ്ങൾ പ്രശ്നം കൊടുത്തു. അവരോടൊക്കെ പോയി മാപ്പ് പറ. എന്നോടല്ല, ഞാൻ കേൾക്കൂല. എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതുവരെയും, ഞാൻ കേൾക്കൂല. ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായ റെസ്പോൺസിബിലിറ്റി ഒന്നുമല്ല. പെട്ടെന്നൊരു ദിവസം ബോധോദയം ഉണ്ടായി ഈ ഒരു ഇതിലേക്ക് വന്നവളൊന്നുമല്ല. അത് ഒരു എക്സ്പ്ലനേഷനൂടെ. ശ്രീകാന്ത് മിശ്ര എന്ന് പറഞ്ഞിട്ടൊരു SI ഉണ്ട്, തിരുവല്ല സ്റ്റേഷനിൽ ഇരുന്നാണ്. പുള്ളിയെ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കിയാൽ ഏകദേശം പുള്ളി പറഞ്ഞുതരും എന്താണെന്നുള്ളത്. അത് കൃത്യമായിട്ടുണ്ട്. ഞാൻ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മുഖത്തേക്ക് പേപ്പർ ഇറങ്ങി പൊടി എന്ന് പറഞ്ഞ മോനാവൻ. പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് കാവൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതാണ് അവസ്ഥ, അതാണ് എൻ്റെ അവസ്ഥ. അങ്ങനെ ആക്കി എടുക്കും അവസ്ഥ. എനിക്ക് നിയമം അറിയാം, എൻ്റെ പവർ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായോ? എന്തായിട്ടാ നേരത്തെ ഞാൻ പിന്നെ കണ്ടോളാം, ഓഫീസിലാണ്. ഓക്കെ അന്ന. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നതിൽ വളരെയധികം നന്ദി, വീണ്ടും നന്ദി. ഒരു 50 വട്ടം നന്ദി. അപ്പോൾ ഈ വിഷയം എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഈ വിഷയത്തിൽ ഇത്രയേ ഉള്ളൂ, വേറെ കൃത്യമായ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അശലം പുസ്തകത്തിൻ്റെ കേസ് ഞാൻ എടുത്തത് ഈ റിസി പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ലായിരുന്നു. അവളപ്പോൾ ഇങ്ങനൊരു വിഷയങ്ങളുണ്ട്, അത് ശരിക്കും അത് കേട്ട് പഠിച്ച് മനസ്സിലാക്കി പറയത്ത എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് എടുത്തു വെച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചതും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കതിനകത്ത് കുറ്റബോധ വിഷമോ ഒന്നുമില്ല. ആ കുട്ടി എനിക്ക് തന്നതിനകത്തും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഡൺ വിത്ത് ദാറ്റ്. സ്ട്രൈക്ക് ഉണ്ടോ, ചാനൽ പോകുമോ പറയണം, ഒന്ന് സന്തോഷിക്കാനാണ്. ഞാനത് പ്രൈവറ്റായിട്ട് അയക്കാം ചേച്ചി, പ്രൈവറ്റായിട്ട് പറഞ്ഞുതരാം. നല്ലൊരു പട്ടിയായിട്ടുണ്ട്. എന്ത് പടയത്
ലവ് യു മാം. സ്വപ്ന പ്രസാദ്. ഇപ്പം പെൺകുട്ടികൾക്ക് മനസ്സിലാകാൻ ഒന്നും കൂടെ പറയാൻ ഞങ്ങളുണ്ട് മുത്തേ കൂടെ. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കാൻ പറയുന്നതാണ്. ഞാനൊരു വെറും സാധാരണ സ്ത്രീയാണ്, വെറും ഒരു വീട്ടമ്മയാണ്. എനിക്ക് ഭയങ്കര പവറും ഭയങ്കര കപ്പാസിറ്റിയും ഒന്നും ഉണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെപ്പോലൊരു സാധാരണ സ്ത്രീയാണ് ഞാൻ. പക്ഷേ എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. എനിക്ക് എന്നിൽ നല്ല വിശ്വാസമുണ്ട്. ഞാൻ എന്താണെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതുപോലെയൊക്കെ റിയാക്ട് ചെയ്യാൻ സാധിക്കുന്നത്. എന്നോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഇന്നെ പോലെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് എന്നെ ഒന്ന് വിളിച്ച് പറയും. ഞങ്ങൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കണ്ടു, ചേച്ചീനെ പോലെ തന്നെ ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ പറ. ഞാൻ ഇത്രയും കാലം ചെയ്ത എൻ്റെ എല്ലാ വീഡിയോ പോയതിൻ്റെ സങ്കടവും എനിക്കതിനകത്ത് തീരും. ശരി ഷാൻ, ഡോക്ടർ റോബിൻ ഫാമിലി. ഓക്കെ. ഈ പറഞ്ഞ വിഷയത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഞാൻ ഇന്ന് പറയത്തില്ല, ഇനി ഒരു ദിവസം പറയാം. പിന്നെ എനിക്ക് ആരെങ്കിലും ബിന്ദിയ വാങ്ങിച്ച് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കരുത്. അയച്ചു തരണം. ഗോവി പൊട്ടായിരിക്കണം, അതിനകത്ത് കുത്ത് നിറയെ ഉണ്ടായിരിക്കണം. എന്താടാ, ഞാൻ വളയും മാലയും കമ്മലും ഒന്നല്ലല്ലോ ചോദിക്കണത്. എനിക്കൊരു കുത്ത് വാങ്ങിച്ച് അയച്ചു തരണം കേട്ടോ. പാവം, ഞങ്ങൾക്ക് ആരുമില്ല ഇതൊന്നും വാങ്ങിച്ചു തരാനായിട്ട്. ആരുമില്ല, അതുകൊണ്ട് മനസ്സിലാക്കി തരണം. ലവ് യു മാം ദേസ്. അപ്പോൾ ശരി, നമുക്കിത് രാത്രി കാണാം കേട്ടോ. ഞാൻ ഒരു ഇൻഡാസ് കൊടുക്കാനേ വേളി സ്റ്റേഷനിലേക്ക് ഒന്ന് പോവുകയാണ്, ഗാന്ധിനഗർ. ഗാന്ധിനഗറിൽ വന്ന് നമ്മളെ കാണാൻ പറ്റും. ഇനി അടുത്ത യുദ്ധം ഗാന്ധിനഗറിലാണ്. കയറി ഇന്ന് എസ് ഐ ഞാനും കൂടെ ഒരു യുദ്ധം ഉണ്ടെന്ന്. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടാണ് പോണത്. ചായ കുടിക്കണം, എന്നിട്ട് ശേഷം വരെ ഒന്ന് പോകണം. ഞാൻ ഇതൊരു ചെറിയ വ്ളോഗായിട്ട് എടുത്തിട്ടേക്കാം, പോയതും വന്നതും ഒക്കെ. പോരെ? ഓക്കെ. ലവ് യു മുത്തേ. ബിനി ബാബു, താങ്ക് യു. ജെറീന ബിനു, താങ്ക് യു. അപ്പം രാത്രി കാണാം. ഐ വിൽ ട്രൈ ടു. നമുക്കിപ്പോൾ 9 മണിക്ക് കാണാം. 9 മണിക്ക് കാണാം. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ ഞാൻ മിണ്ടാകടന്ന് ഉറങ്ങാം കേട്ടോ. 40 മണിക്ക് വരാം. നമുക്ക് ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും വർത്തമാനം പറയാം. ബിക്കോസ് 1 വീക്ക് ടൈം എനിക്കൊരു എക്സ്ക്യൂസ് തരിക. ഞാൻ വലിയ ടോപ്പിക്കൊന്നും എടുക്കത്തില്ല. ബട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ സീരിയസ് ടോപ്പിലേക്ക് വരും. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റഡ്ലി പറയണു, എന്നെ വിളിച്ചണ്ട. അതുൽ എന്ന കള്ള നാറിയാണ്. അയാളെ പറ്റി കുറേ കൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പെർമിഷൻ ഇല്ല. ബിക്കോസ് ഈ റസീനയാണ് അവനുമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെ റെക്കോർഡിങ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അവളോട് ചോദിക്കാതെ അവളുടെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് പ്ലേ ചെയ്യാൻ ഒക്കത്തില്ല. അതാണെങ്കിൽ ഒരു വെടിത്തൂറിയാണ്. അതുകൊണ്ട് പ്ലേ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഞാൻ പ്ലേ ചെയ്യാം എന്നുള്ളതാണ്. എന്നെ അവൻ വിളിക്കേണ്ട, എന്നെ അവൻ വിളിച്ചിട്ട് കാര്യമില്ല. അവനാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിഷമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. നോ മാപ്പ് ഫോർ വെട്ടൽ വീരൻ, നോ മാപ്പ് ഫോർ മൂക്കണയാൻ, നോ മാപ്പ് ഫോർ അവസ്ഥ, നോ മാപ്പ് ഫോർ എനി വൺ ദാറ്റ് ഐ ഹാഡ് ഗിവൺ ടോൾ പീപ്പിൾസ്. നോ മാപ്പ് അറ്റ് ആൾ. ദ റെസ്റ്റ് നിങ്ങൾക്കുള്ള വാണിംഗ് ലെറ്റേഴ്സാണ്, വാണിംഗ് ആണ്. ഇനി ഇതുപോലെ എല്ലാവരും ആക്രമിക്കുന്നു എന്നുള്ള എളുപ്പത്തിന് എടുത്തു വെച്ച് ആക്രമിക്കും. ഇപ്പോൾ ചിത്ര ചേച്ചിയുടെ കേസ് എല്ലാവരോടും അങ്ങ് കയറി അങ്ങ് മേതാന്ന് വിചാരിക്കരുത്. അതും ഞാൻ പറഞ്ഞില്ലേ, അതിനും ഉണ്ട് ഒരു റിയാക്ഷൻ. ഞാനതും നോക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഇങ്ങനെ അമരാവതിക്കണ്ട, മതിയെ. ഒരു പരിധി കൂടുതൽ അങ്ങ് കിളുത്തണ്ട, അത് മതി. അതിനൊരു ലൈൻ ഞാൻ വരച്ചിടുന്നുണ്ട്. ചെയ്യാൻ പറ്റൂലെന്ന് ഞാൻ നോക്കട്ടെ. വലിയ രാഷ്ട്രീയകാരി MLA MP ഒന്നും ആവണ്ട. ഇത്തരം ചെറിയ ശുദ്ധി കലശത്തിന് ഷെബീന എന്നെ ധാരാളം. ഓം നമഃ ശിവായ. ബൈ.